നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 4 ഘട്ടം പിന്നിട്ടു. മൂന്നാം വട്ടവും അധികാരത്തിലേക്കെന്ന മോദിയുടെയും BJPയുടെയും ആത്മവിശ്വാസത്തിന് വലിയ ഇടിവ് സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ മുന്നണിയുടെ യോജിച്ച രാഷ്ട്രീയ നീക്കവും ജനകീയ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായതും സുപ്രീം കോടതിയിൽ നിന്നുള്ള തിരിച്ചടികളും കണക്കുകൂട്ടൽ പിഴയ്ക്കുന്നുവെന്ന ധാരണ വ്യാപകമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് മോദി സർക്കാരും BJPയും പ്രതിരോധത്തിലാണ്. അയോധ്യ BJP കരുതിയതുപോലെ വിഷയമായില്ലെന്ന് കണ്ട് വർഗീയതയുടെ കൊടും വിഷം പരത്താൻ മോദിക്ക് തന്നെ മുന്നിൽ നിൽക്കേണ്ടി വന്നു. മോദിയുടെ കണക്കുകൾ പിഴയ്ക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ VPP മുസ്തഫ CPIM, റോണി കെ ബേബി കോൺഗ്രസ്, ഉല്ലാസ് ബാബു BJP, TJ ശ്രീലാൽ മാധ്യമപ്രവർത്തകൻ. ഞാൻ BJP പ്രതിനിധിയിൽ നിന്ന് ചർച്ച ആരംഭിക്കാമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം രാഷ്ട്രീയ നേതാക്കളിലേക്ക്, പ്രതിനിധികളിലേക്ക്, വക്താക്കളിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീലാൽ, ഞാനിപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ BJP പ്രതിരോധത്തിലാണ്. വലിയ തോതിൽ അവർക്ക് സീറ്റുകൾ നഷ്ടപ്പെടാം, അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാം എന്നൊരു അവസ്ഥ. ഇപ്പോൾ ഗുജറാത്ത് നോക്കാം, ഹരിയാന നോക്കാം, അതുപോലെ തന്നെ രാജസ്ഥാൻ, കർണാടക, ഇവിടെയൊക്കെ അവർക്ക് വലിയ തോതിൽ മേധാവിത്വം നിലവിൽ സീറ്റുകളുടെ കാര്യത്തിലുണ്ട്. ഈ സീറ്റുകളൊക്കെ പല നിലയ്ക്കും നഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമാണോ കഴിഞ്ഞ ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്? തീർച്ചയായും BJP ഒരു മാസം മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ അവർക്കോ അവരെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അമിത്ഷായ്ക്കോ ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് BJPയുടെ പല പ്രചാരണ തന്ത്രങ്ങൾ മാറിമറിഞ്ഞ് വരുന്നത് കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നതാണ്. കാരണം ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ BJP കടുത്ത വർഗീയത പറഞ്ഞു തുടങ്ങി. അത് ഓരോ ഘട്ടം കഴിയുമ്പോഴും അതിൻ്റെ ആക്കം കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്താണെങ്കിൽ പ്രധാനമന്ത്രി ഇത്രയും വലിയ വർഗീയത പറഞ്ഞിട്ടും ഈ പറയുന്ന ഒന്നാം ഘട്ടത്തിന് ശേഷമുള്ള പോളിംഗ്, ബാക്കിയുള്ള 3 പോളിങ്ങുകളിലും ശതമാനം കൂടുന്നില്ല എന്നുള്ളത്. പ്രധാനമന്ത്രി ഇത്രയും കടുത്ത ഭാഷയിൽ സംസാരിച്ചിട്ട് പോലും, അതായത് നേരിട്ട് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന തലത്തിലേക്ക് പ്രധാനമന്ത്രി തന്നെ ഇറങ്ങിച്ചെന്നിട്ടും അദ്ദേഹത്തിന് കൂട്ടായി അമിത്ഷാ ഒപ്പം നിന്നിട്ടും ഈ പോളിംഗ് ശതമാനം കൂടുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ പഴയതുപോലെ വലിയ തോതിൽ ആൾക്കാരുടെ ഇടയിലേക്ക്, വോട്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങി പോകുന്നില്ല, ചെന്നെത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് പ്രധാനമന്ത്രി അനുകൂലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19-ലും 14-ലും 19-ലും ഉണ്ടായിരുന്ന ഒരു തരംഗം ദേശീയ തലത്തിൽ ഇത്തവണ യേശുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങളിൽ നിന്ന്. അല്ലായിരുന്നുവെങ്കിൽ വലിയ തോതിലുള്ള ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം ഉണ്ടാകണമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 4-ാം ഘട്ടത്തിൽ ബംഗാളിൽ നല്ല പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 19 ഉണ്ടായിട്ട് അത്രയും തന്നെ വലിയ പോളിംഗ് ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ BJPയുടെ തട്ടകങ്ങളായ സംസ്ഥാനങ്ങളിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് BJPയെ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കർണാടകത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കർണാടകത്തിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തമായ കാര്യമാണത്. അതേസമയം BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ബീഹാർ, വലിയ സംസ്ഥാനങ്ങളിൽ, അതോടൊപ്പം തന്നെ സെൻട്രൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മഹാരാഷ്ട്ര, 48 സീറ്റാണ് മഹാരാഷ്ട്രയിലുള്ളത്, 40 സീറ്റാണ് ബീഹാറിലുള്ളത്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ BJP വലിയ തോതിൽ പിന്നോട്ട് പോകും എന്നുള്ളത് ആണ് കണക്കുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ ഉറച്ച കോട്ടകളായിരുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഇവിടെ ഏതാണ്ട് 100%-മോ 100-നടുത്തോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ BJP സീറ്റ് നേടിയിരുന്നു. അവിടെയെല്ലാം BJPക്ക് 10, 5, 6 സീറ്റുകൾ നഷ്ടപ്പെടും എന്നുള്ള വ്യക്തമായ കണക്കുകളാണ് പുറത്തു വരുന്നത്. അത് തന്നെയാണ് BJPയുടെ ആശങ്കയ്ക്ക് കാരണവും. അതുകൊണ്ട് തന്നെ അടുത്ത 3 ഘട്ടങ്ങളിൽ BJP ഇതിലും വലിയ പ്രയോഗങ്ങൾ നടത്തും. കാരണം BJPയുടെ തട്ടകങ്ങൾ, പ്രധാനമന്ത്രി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ആണ് അടുത്ത ഘട്ടങ്ങളിൽ കാര്യങ്ങൾ എത്തുന്നത്. അവിടെ അദ്ദേഹം പറയാൻ പോകുന്ന, വാരണാസിയിൽ അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വലിയ തോതിൽ ഇതിൻ്റെ അറ്റത്തെ തലത്തിലേക്ക് BJP ചെന്നെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ തലത്തിലേക്ക് BJP എത്തുമ്പോൾ വ്യക്തമാകുന്നത് BJP പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടി, നേരത്തെ ബംഗാളിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ 2019 കണ്ടതാണ്. ബംഗാൾ പിടിക്കും എന്ന നിലയിലേക്കൊക്കെയുള്ളൊരു പ്രത്യേക ആക്ഷൻ പ്ലാൻ BJPക്ക് ഉണ്ടായിരുന്നു. പ്രചാരണത്തിൽ അത്രമേൽ ഊന്നലുണ്ടായിരുന്നു. ഇത്തവണ ബംഗാളിൽ ആ നിലയ്ക്ക് കാണാൻ കഴിയുന്നില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണോ? തീർച്ചയായും ബംഗാളിൽ നമ്മൾ
ഓർത്ത് നോക്കൂ, ഒന്ന് അല്പം പിന്നിലേക്ക് പോയത് ബംഗാളിൽ കഴിഞ്ഞ തവണ അമിത്ഷാ അവിടെ നിന്ന് നടത്തിയ ചില പ്രചാരണങ്ങളുണ്ട്. അമിത്ഷാ വലിയ റാലി നടത്തുന്നു, ആ റാലിയുടെ ഭാഗമായിട്ട് ബംഗാളിൽ അങ്ങറ്റം ഇങ്ങറ്റം വലിയ തോതിൽ സംഘർഷം ഉണ്ടാകുന്നു. ഇങ്ങനെയെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെയെല്ലാം കഴിഞ്ഞ തവണ BJP നടത്തിയിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ പോലും BJPക്ക് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിന് പകരം ഇത്തവണയാകട്ടെ കോൺഗ്രസും CPM സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് പല മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള ഒരു മാറ്റമുണ്ടാക്കും എന്നുള്ള ഒരു സംശയമില്ല. അത് തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചത് ഇത് മമതാ ബാനർജിക്ക് തിരിച്ചടിയാകും എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ, നമ്മുടെ സുഹൃത്തുക്കൾ, സീനിയർ മാധ്യമപ്രവർത്തകർ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഇത് BJPക്ക് തിരിച്ചടിയാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ്. കാരണം സർക്കാർ വിരുദ്ധ വോട്ടുകൾ മുമ്പ് സ്പ്ലിറ്റായി പോകുമായിരുന്നു. കോൺഗ്രസ് കുറച്ച് കൊണ്ടുപോകുമായിരുന്നു, ഇടത് പാർട്ടികൾ കുറച്ച് കൊണ്ടുപോകുമായിരുന്നു, കുറേ BJPക്ക് ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ അത് സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഏകോപിക്കുന്നു. കാരണം കോൺഗ്രസും CPM ഇടത് പാർട്ടികളും സഖ്യം ഉണ്ടാക്കി മത്സരിക്കുന്നു. അതും ബംഗാളിൽ ഇത്തവണ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. റൈറ്റ്. ശ്രീ VPP മുസ്തഫ, ബംഗാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞു വെച്ച് നോക്കിയാൽ 2019 ഈ സഹകരണം ഉണ്ടായിരുന്നു, പക്ഷേ ഗുണം ചെയ്തിട്ടില്ല. പക്ഷേ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിനുശേഷം ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് ബംഗാളിൽ CPIM, ഇടതുപക്ഷം വിശേഷിച്ച് CPIM കുറെ കൂടി ശക്തമായി സംഘടനാ പ്രവർത്തനത്തിൽ വരികയും തിരിച്ചു വരികയും ഇപ്പോൾ തന്നെയും വളരെ ശ്രദ്ധിക്കുന്ന നിലയിൽ ദേശീയ തലത്തിൽ CPIMൻ്റെ വിജയസാധ്യതയുള്ള നിലയിൽ കാണുന്ന മണ്ഡലങ്ങളൊക്കെയാണ്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം മത്സരിക്കുന്ന മുർഷിദാബാദ് അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട്. അതുപോലെ യുവ നേതൃത്വം വലിയ തോതിൽ സ്ഥാനാർത്ഥികളായി വരുന്നതിൻ്റെയൊക്കെ മാറ്റമുണ്ട്. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം, താങ്കൾ അതിലേക്ക് പോകുമെന്നും കൂടി വിചാരിക്കുന്നു. ഞാൻ പൊതുവിൽ ആദ്യം ശ്രീ മുസ്തഫയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ ഇന്ത്യ മുന്നണിക്ക് BJP അവർ 400 സീറ്റ് എന്ന നിലയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം. അതിലേക്കെന്നല്ല, കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും ആ മുന്നണിക്ക് എത്താൻ കഴിയില്ല എന്ന നിലയിൽ ഒരു ധാരണ ഉത്തരേന്ത്യയിൽ വളരെ ശക്തമായിട്ടുണ്ട്. അതനുസരിച്ചുള്ള ചർച്ചകൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. പല മേഖലകളിലും അത് വളരെ പ്രകടമാകുന്നു എന്നൊരു അന്തരീക്ഷമുണ്ട്. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ആ നിലയിൽ BJP താഴോട്ട് വരികയും അതിന് അനുസരിച്ച് ഒരു മുന്നണിയായി തന്നെ കണ്ടുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കും വിധം സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് കടന്നു വരാനും കഴിയുമോ? കുറേയേറെ സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടാം, BJPക്ക് നഷ്ടപ്പെടും, സ്വാഭാവികമായും BJPക്ക് അത് തിരിച്ചറിയണം. പക്ഷേ അത് അവർക്ക് അധികാരം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഒരു മുന്നണിക്ക് കടന്നു വരാൻ കഴിയുന്നത്ര ഉണ്ടാകുമോ എന്നൊരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടോ, ഇന്ത്യ മുന്നണി അലട്ടുന്നുണ്ടോ? BJPയുടെ കണക്കുകൂട്ടലുകൾ പെശകിയിരിക്കുകയാണ്. BJPയുടെ മാത്രമല്ല, BJPയെ പിന്തുണച്ചുകൊണ്ടിരുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ, അത്തരത്തിലുള്ള ബുദ്ധിജീവികൾ, ഇവരുടെ എല്ലാം കണക്കുകൂട്ടലുകൾ പഴച്ചിരിക്കുകയാണ്. കാറ്റ് മാറി വീശി തുടങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വളരെ പ്രകടമായിട്ട് തന്നെ ശരത്തെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കൈരളി ഉൾപ്പെടെ ഇത്തരം ചർച്ചകൾ കൈരളി എടുക്കുന്നതിൽ ചിലപ്പോൾ കാണാം. കാരണം ഇന്ത്യ കൂട്ടായ്മയുടെ രാഷ്ട്രീയത്തോട് താല്പര്യം കൈരളിക്കുണ്ടല്ലോ. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. ദേശീയ തലത്തിലുള്ള ഗോദി മീഡിയയുടെ അവസ്ഥ, അവര് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മോഡിയും BJPയും അല്ലാതെ ഇനി ഇന്ത്യയിൽ ബദലില്ല, ഇനിയൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല എന്ന ഒരു ആഖ്യാനമാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് മുന്നിൽ നിന്ന പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് സി ഗ്രൂപ്പ് പോലെയുള്ള പല മാധ്യമങ്ങളും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരുടെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതകരമാണല്ലോ അത്. ആളുകളെ വിസ്മയിപ്പിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തെ ഈ വലതുപക്ഷ മാധ്യമങ്ങളെയും പൊതു രാഷ്ട്രീയ ചലനങ്ങളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് ഇത്. ഇതെല്ലാം നൽകുന്ന സൂചന എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കണക്കുകൂട്ടലുകൾ തെറ്റുന്നു, അതിൽ വലിയ പെശക് വരും, രാജ്യത്ത് കാറ്റ് മാറി വീശുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഇന്ത്യ കൂട്ടായ്മയെ അത്ര ശക്തമായ ഒന്നായിട്ട് BJP ഉൾപ്പെടെ കണ്ടിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ വലതുപക്ഷ മുഖ്യധാരാ മാധ്യമങ്ങളും കണ്ടിരുന്നില്ല. അതിങ്ങനെ ക്ലച്ച് പിടിക്കില്ല. കാരണം അതിന് മോഡിയെ പോലെ പ്രഭാവ ശക്തിയുള്ള ഒരു നേതാവില്ല, മോഡിക്ക് പകരം നിൽക്കാൻ കഴിയുന്ന ഒരു നേതൃരൂപം ഇല്ല. അതുകൊണ്ടാണ് അവരെല്ലാം നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാണ്, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന ചോദ്യം ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടേയിരുന്നത്. അപ്പോൾ ഒരു ലീഡറെ മോദിയെ പോലെ പകരം വെക്കാനില്ല. ഇതാണെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രാദേശിക കക്ഷികൾ, ഇതിൽ പലതും സുസ്ഥിരമായ നിലപാടെടുക്കുന്നതല്ല. അതൊക്കെ കൊണ്ട് ഇതൊരു അത്ര വലിയ ശക്തിയാവില്ല എന്ന ധാരണയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ നിങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ പാർലമെന്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ 70% എണ്ണത്തിന്റെ വോട്ടിംഗ് പൂർത്തിയായപ്പോൾ രാജ്യത്ത് ചിത്രം മാറുകയാണ്. ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു BJP ഇതര ബദൽ സർക്കാർ മുന്നോട്ട് വരും, അത്തരമൊരു നിലപാടിലേക്ക് എത്തിച്ചേരുകയാണ്.
അപ്പൊ അത് അങ്ങേയറ്റം പ്രതീക്ഷാഭരിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരി. ഇന്നേ വരെ ഒരു നേതൃതർക്കം BJP വലിയ നിലയിൽ അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഇന്ത്യ കൂട്ടായ്മയുടെ നേതാവാര് അത് വെച്ച് ഇന്ത്യ കൂട്ടായ്മയിൽ അണിനിരക്കുന്ന വിവിധ കക്ഷികളുടെ നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവര് വല്ലവരും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ, അങ്ങനെയുള്ള മോഹം പ്രകടിപ്പിക്കുമോ എന്ന് നോക്കിയിട്ട് ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അത് ഏശുന്നില്ല. ഏറ്റവും ഒടുവിൽ കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പ്രധാനമന്ത്രിയാകുമോ എന്നാണ് ഗോധി മീഡിയയുടെ ആളുകൾ ചോദിച്ചത്. പക്ഷേ അടുത്ത ശ്വാസത്തിൽ കെജ്രിവാൾ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു മോഹത്തിനില്ല എന്നുള്ളത്. ഇത് നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു വലിയ പ്രതീക്ഷയാണ്. അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഈ നേതൃതർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. ഒരു വലിയ നിലയിൽ രാജ്യത്തെ ഇത് ഏതെങ്കിലും തരത്തിൽ ശരത്തെ അധികാരത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പൊ ചോദിച്ചാൽ അങ്ങനെയാണല്ലോ BJPക്ക് ബദലായിട്ട് ഒരു ഗവൺമെന്റ്. ഇന്നിപ്പോ രാഹുൽ ഗാന്ധി, ഡോക്ടർ മുസ്തഫ, രാഹുൽ ഗാന്ധി സമാനമായിട്ടാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ജൂലൈ 1-ന് ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ ആരെങ്കിലും പ്രധാനമന്ത്രിയാകുമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശമോ മുൻകാലങ്ങളിൽ നിന്ന് ഭിന്നമായി കാണുന്ന ഈ മുന്നണിയുടെ ഒരു സവിശേഷത അത് തന്നെയാണ്. ഇതിനകത്ത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ അക്കാലത്തേക്ക് വാർത്തകൾ പരിശോധിച്ചറിയാം, ഇതിൽ ഒത്തുചേരുമ്പോഴും പല ആളുകൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളുടെ ഘട്ടത്തിൽ ഏറ്റവും അധികം തുടക്കകാലത്ത് ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്നവർ നിതീഷ് കുമാറിൻ്റേതാണ്. നിതീഷ് കുമാർ ആ നിലയിൽ തന്നെ മുന്നണി വിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. നിതീഷ് കുമാറിന് ഒരുപാട് കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്കൊക്കെ അടിസ്ഥാനപരമായി BJP അധികാരത്തിൽ നിന്നിറക്കുക എന്നൊരു ഗൗരവമുള്ള വിശാല രാഷ്ട്രീയത്തിനൊപ്പം ചേരുന്ന തരത്തിൽ തന്നെ ഉള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വരുന്നത്. അത് ജനങ്ങൾക്കിടയിൽ ഈ മുന്നണിക്ക് ഒരു വിശ്വാസ്യത കൂടുതലായി നൽകുന്നുണ്ടോ, പകരുന്നുണ്ടോ ശ്രീ മുസ്തഫ? തീർച്ചയായിട്ടും അതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ താങ്കൾ ഉപയോഗിച്ചൊരു വാക്ക് തന്നെയാണ്, ഇതിന്റെ വിശാല രാഷ്ട്രീയമാണ്. ഇതിനകത്ത് ഈ ഇന്ത്യ കൂട്ടായ്മയ്ക്കുള്ളത് ഒരൊറ്റ താല്പര്യമാണ്. ആ താല്പര്യം നമ്മുടെ രാജ്യം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. രാജ്യത്തിന്റെ ജനാധിപത്യം, ഭരണഘടനാ മൂല്യങ്ങൾ, ഇന്ത്യയുടെ ബഹുസ്വരത ഇത് സംരക്ഷിക്കപ്പെടണം എന്ന് അത്ഭുതകരമായ വിധത്തിൽ ഉത്തരേന്ത്യയിലെ സാധാരണ മനുഷ്യൻ ഉൾപ്പെടെ, അവിടുത്തെ ഏറ്റവും ദരിദ്രരായ മനുഷ്യൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ മനുഷ്യരെയാണ് ദീർഘകാലമായിട്ട് മതവും വിശ്വാസവും പറഞ്ഞിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ മനുഷ്യരുടെ ഇടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചില ചാനലുകൾ അയോധ്യയിൽ ഉൾപ്പെടെ പോയിട്ട് ഈ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് ഭക്ഷണം തരുമോ, രാമൻ ഞങ്ങൾക്ക് ഭക്ഷണം തരുമോ, ഞങ്ങളുടെ പ്രശ്നം തൊഴിലില്ലായ്മയാണ്, ഞങ്ങളുടെ പ്രശ്നം വിശപ്പാണ്, ഞങ്ങളുടെ പ്രശ്നം പട്ടിണിയാണ്, ഞങ്ങളുടെ പ്രശ്നം ചികിത്സക്ക് സൗകര്യങ്ങളില്ലാത്തതാണ്. ഇത് ജീവിത പ്രശ്നങ്ങൾ പറയുന്നു. ഉത്തരേന്ത്യയിലെ, ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ഹരിയാനയിലെയും എല്ലാം സാധാരണ മനുഷ്യർ, പണിയെടുക്കുന്ന മനുഷ്യർ എന്ന ബോധ്യത്തിലേക്ക് വരികയാണ്. ഇത് BJP ഈ പറഞ്ഞതുപോലെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോ അതിതീവ്രമായ വർഗീയതയിലേക്ക് വന്നെങ്കിൽ പോലും പ്രധാനമന്ത്രി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ആ വർഗീയ പ്രചരണം പോലും അവരുടെ ഹൃദയഭൂമിയിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ആശ്വാസകരമായ സംഗതിയുണ്ട്. കാരണം ജനങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ്, ഈ രാജ്യം സംരക്ഷിക്കപ്പെടണം എന്നുള്ള ബോധ്യത്തിലേക്ക് വരികയാണ്. ഞാൻ ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക്, BJP പ്രതിനിധിയിലേക്ക് വരികയാണ്. ശ്രീ ഉല്ലാസ്, ഇപ്പോൾ സംസാരിച്ചത് CPIM പ്രതിനിധി ശ്രീ VP മുസ്തഫയാണ്. ഉല്ലാസ് ബാബു, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. രാജ്യത്തിപ്പോൾ 70% മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തുടങ്ങും മുമ്പ് നിങ്ങൾ രാജ്യമാകെ നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൊണ്ടുവന്നൊരു മുദ്രാവാക്യമുണ്ട്. 400 സീറ്റ് എന്ന നിലയിൽ, 400 പാർ എന്ന നിലയിൽ നിങ്ങളുടെ ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു. അതിനെ പിൻപറ്റിയാണ് മോദി ഗ്യാരണ്ടിയൊക്കെ വന്നത്. അതെല്ലാം കഴിഞ്ഞ് ഓരോ ഘട്ടം പിന്നിടുമ്പോൾ എങ്ങനെയൊക്കെയാണ് മാറ്റം വന്നത് എന്നത് താങ്കൾക്ക് നന്നായി അറിയാം. അത് എത്രമാത്രം വിമർശിക്കപ്പെടുന്നുണ്ട്, അതിന് നിങ്ങൾ എങ്ങനെ മറുപടി പറയുന്നത്, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ BJP പ്രതിരോധത്തിലാകുന്ന, മോദി സർക്കാർ പ്രതിരോധത്തിലാകുന്ന നിരവധി ഘടകങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് വളരെ സുപ്രധാനമായി മൃഗീയമായി സീറ്റുകൾ കൈമാറിയ സംസ്ഥാനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടിയുടേതായ ഒരു അന്തരീക്ഷം ഇത്തവണ വന്നുകൊണ്ടേയിരിക്കുന്നു. ഉദാഹരണത്തിന് ബീഹാറിൽ സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം വരാൻ പോകുന്നു. മഹാരാഷ്ട്രയിൽ, ഹരിയാനയിൽ, അതുപോലെ ഗുജറാത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടുന്ന, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തേക്കുള്ള ഏകപക്ഷീയമായി നിങ്ങൾക്കായിരുന്നല്ലോ എല്ലാ അവിടെയും സീറ്റുകളുടെ കുറവ് ഇത്തവണ സംഭവിക്കും. രാജസ്ഥാനിൽ സംഭവിക്കും. കർണാടകയുടെ കാര്യം, അതുപോലെ ദക്ഷിണേന്ത്യ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത്. അപ്പോൾ ആ നിലയിൽ എല്ലാ സംസ്ഥാനത്തും നിങ്ങൾക്ക് സീറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ആ നിലയിൽ 70% തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു പ്രതിരോധ അവസ്ഥയിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് ചർച്ചയിൽ ഇതുവരെ വന്നത്.
ചർച്ചയിൽ അങ്ങനെ വന്നു എന്നുള്ളത് VPP മുസ്തഫ, ബഹുമാനായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ VPP മുസ്തഫ പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ ശരത്ജി. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംവിധാനവും മുന്നണിയും അത് BJPക്ക് എതിരാണ്. BJP പരാജയപ്പെടണമെന്ന് കാലത്ത് മുതൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെയും ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിനും കാണുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അതിനുള്ള അധികാരവുമുണ്ട്, അതിനുള്ള അവകാശവുമുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് നടപ്പിലാക്കിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബഹുമാനായിട്ടുള്ള ശ്രീ ശരത് അങ്ങ് എന്താ പറഞ്ഞത്, ഹരിയാനയിൽ, ബീഹാറിൽ, മധ്യപ്രദേശിൽ, ദക്ഷിണേന്ത്യയിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, ഇത്യാദി കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞത് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങ് അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ അങ്ങയുടെ ആളുകൾ അങ്ങയുടെ ശൈലിയിൽ അങ്ങ് ചിന്തിക്കുന്ന സമയത്ത് അങ്ങ് പറയുന്നു, അത് അനുമാനിക്കുന്നു, ഇവിടെ BJPക്ക് തരംഗമുണ്ടാകാൻ സാധ്യതയില്ല എന്ന് അങ്ങ് അനുമാനിക്കുന്നു. പക്ഷേ അത് അങ്ങയുടെ പക്ഷം അല്ലെങ്കിൽ അങ്ങയുടെ പ്രതിപക്ഷ കൂട്ടായ്മയുടെ ചിന്താഗതികൾ അങ്ങനെയായിരിക്കാം, അങ്ങേക്ക് തരുന്ന ഫീഡ്ബാക്ക് അങ്ങനെയായിരിക്കാം. ഞങ്ങൾക്ക് BJPക്കോ BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിക്കോ യാതൊരുവിധ തരത്തിലുള്ള കണക്ക് കൂട്ടലുകളും പിഴയ്ക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ യാഥാർത്ഥ്യമായി മനസ്സിലാക്കിക്കൊള്ളുക. ഇതുവരെ നടന്നിട്ടുള്ള 379 സീറ്റിലേക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. 379 സീറ്റുകളിൽ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് 260ഓളം സീറ്റുകൾ സിറ്റിംഗ് സീറ്റുണ്ട്. ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ 225ഓളം ഉണ്ട്, 260ഓളം സിറ്റിംഗ് സീറ്റുകൾ ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനി വരാൻ പോകുന്നതിൽ 125 മുതൽ 140 വരെ സീറ്റുകൾ ഞങ്ങൾ മുന്നണി അടക്കമുള്ളവർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് അതിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിലെ ഒരു സംശയവും ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക. ദക്ഷിണേന്ത്യയിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ എന്ന അങ്ങയുടെ വാക്ക് അടിവരയിട്ട് ജൂലൈ 4-ാം തീയതി മറുപടിയായി പറയുന്ന BJP പ്രതിനിധികൾ അങ്ങേക്ക് പറഞ്ഞു തരും. ദക്ഷിണേന്ത്യയിലും BJP കുതിപ്പുണ്ടാകും, NDA മുന്നണി വിജയപീഠത്തിലേറും. അതിൻ്റെ കാരണം എന്ന് പറയപ്പെടുന്നത് 10 വർഷക്കാലം അധികാര ശ്രേണിയിൽ ഞങ്ങളിരുന്ന സമയത്ത് ഞങ്ങളുടെ നേതൃത്വം നടത്തിയിട്ടുള്ള വികസന അജണ്ടകളും ഞങ്ങൾ ഈ നാടിനോട് കാണിച്ച കൂറും ഞങ്ങൾ ഈ നാടിനെ കൈപ്പിടിച്ച് അന്താരാഷ്ട്ര മേഖലകൾ വളർത്തിയതിൻ്റെ വികസനവും ഞങ്ങൾ ഫ്ലോറിൽ ജനങ്ങളോട് സംവദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഒരുപക്ഷെ മനഃപൂർവ്വം കാണാത്തതായിരിക്കാം. നേരത്തെ VPP മുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടു. മോദി പത്രങ്ങൾ ചോദിച്ചു കെജ്രിവാളിനോട്. കെജ്രിവാളാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ നേതാവ്. ഇപ്പോൾ ഈ കെജ്രിവാളിനെതിരെ ആരാണ് സർ ആദ്യമായിട്ട് പരാതി കൊടുത്തത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. കോൺഗ്രസിൻ്റെ PCC പ്രസിഡൻ്റായിട്ടുള്ള ഡൽഹിയിലെ ശ്രീ അനിൽ, അദ്ദേഹമാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അന്ന് ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തി എന്തുകൊണ്ട് BJP കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, BJPയും കെജ്രിവാളും തമ്മിൽ അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞ വ്യക്തികളാണ് കോൺഗ്രസ് അടക്കമുള്ള ഇന്ന് പ്രതിപക്ഷ കൂട്ടായ്മയായി നടക്കുന്ന നിരവധി ആളുകൾ. ഇപ്പോൾ കെജ്രിവാൾ അവരുടെ നേതാവായി മാറിയിരിക്കുന്നു. അവർ ചെയ്തിട്ടുള്ള ആരോപണങ്ങളൊന്നും ആരോപണങ്ങളല്ലാതായിരിക്കുന്നു. നല്ല കാര്യം, അവർ കൊണ്ടു നടന്നോട്ടെ. പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഭരണപക്ഷത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളാൽ പ്രവർത്തിക്കുക എന്ന്. അവർ ഉത്തരവാദിത്തം നിറവേറ്റിക്കോട്ടെ. ഭരണപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് 3-ാം തവണയും ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്ന രീതിയിലേക്ക് പ്രവർത്തനം കൊണ്ടുപോവുക എന്നുള്ളത്. ആ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഒരു കോൺഫിഡൻസ് കുറവുമില്ല. 400 സീറ്റുകളുമായി BJP ഈ ചർച്ചയിൽ ഉറപ്പിച്ചു വെച്ചു. ഈ ചർച്ചയിൽ ഉല്ലാസ് ബാബു, BJP പ്രതിനിധി, ആ ആത്മവിശ്വാസം ആവർത്തിക്കുന്നു. പ്രചരണ രംഗത്ത് നിന്ന് നിങ്ങളുടെ മുന്നണിക്ക് പുറത്തും എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയുടെ അവസ്ഥ, NDA മുന്നണിയുടെ അവസ്ഥയെ സംബന്ധിച്ച സാഹചര്യം നിൽക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ 370 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്ന 70% സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൽ ഏതാണ്ട് 250-നപ്പുറം 270 മറ്റുമാണ് അദ്ദേഹം പറഞ്ഞെന്ന് തോന്നുന്നു അടക്കം സീറ്റ് നേടാൻ കഴിയും. ഇനി വരുന്നതിലും അതുപോലെ അങ്ങനെയാണ് ഒരു 400-ൻ്റെ കണക്ക് അദ്ദേഹം വെക്കുന്നത്. ആ കണക്കിനോട് താങ്കൾ ഏതുവിധം വിയോജിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നിലവിലെ സീറ്റിൽ നിന്ന് എത്രമാത്രം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു? BJPയെ ഈ നിലയിൽ താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ കോൺഗ്രസും നല്ല നിലയ്ക്ക് പെർഫോം ചെയ്യേണ്ടതുണ്ട്, നല്ല നിലയ്ക്ക് സീറ്റുകൾ കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഇടങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് ഇപ്പോൾ കുറവാണ്. അത് പഴയ കണക്കാക്കി 2024 ഒരു വലിയ തിരിച്ചുവരവ് നടത്തേണ്ടി വരും കോൺഗ്രസ്. ആ നിലയിൽ കോൺഗ്രസിന് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ മികവോടെ വരാനാകും? ആ നിലയിൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ച് ഈ ഘട്ടത്തിൽ എന്തു പറയും? ഏതെങ്കിലും BJPയുടെ നേതാവ് ഉല്ലാസ് ബാബുവിന്റെ ആത്മവിശ്വാസം വളരെ നല്ലത് തന്നെ. പക്ഷേ പ്രധാനമന്ത്രി മോദിക്കോ അമിത്ഷായ്ക്കോ ഇല്ലാത്ത ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്ന കാണുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 4 ഘട്ടം തെരഞ്ഞെടുപ്പ് സമാപിച്ചു. ഏകദേശം 381 സീറ്റിലെ പോളിംഗ് അവസാനിച്ച് വോട്ടുകൾ പെട്ടിയിലായിരിക്കുന്നു. ഇനി ഒരു 160ഓളം സീറ്റുകളിലാണ് ഇനിയും തെരഞ്ഞെടുപ്പ് അവശേഷിക്കുന്നത്. അപ്പോൾ ഈ 4 ഘട്ടങ്ങളിലെ പോളിംഗ് പൂർത്തിയാകുമ്പോൾ ഇന്ത്യ മുന്നണി, അതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. കാരണം
വളരെ കൃത്യമായി തന്നെ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ 3 ഘട്ടങ്ങൾ അതായിരുന്നു BJPക്ക് സ്വാധീനമുണ്ടായിരുന്ന പിന്നെ സീറ്റുകൾ, BJPയുടെ കൂടുതൽ സിറ്റിംഗ് എംപിമാരുണ്ടായിരുന്നത്. അതായത് നമ്മൾ 4 റൗണ്ടുകൾ കഴിയുമ്പോൾ BJP 2019 50% കൂടുതൽ വോട്ടിന് ജയിച്ച 224 മണ്ഡലങ്ങളിൽ ഏകദേശം 160 മണ്ഡലങ്ങളിലെയും പോളിംഗ് അവസാനിച്ചിരിക്കുക. അതായത് BJPക്ക് ആധിപത്യം ഉണ്ടായിരുന്ന, BJPക്ക് സമഗ്രാധിപത്യം ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. BJPക്ക് സമഗ്രാധിപത്യം. കാരണം സമഗ്രാധിപത്യം എന്ന കണക്ക് ഞാൻ ഒരു ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളാം. 2014 ഇതിൽ 135 സീറ്റുകളായിരുന്നു BJP 50% മുകളിൽ ജയിച്ചിരുന്നതെങ്കിൽ അത് 2019 ആയപ്പോൾ 224 ആയി. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, BJP 50% മണ്ടയിൽ ജയിച്ച സീറ്റുകളെല്ലാം എന്ന് പറയുന്നത് ഈ സോക്കോൾഡ് പടിഞ്ഞാറൻ ബെൽറ്റ്, അതായത് ഗുജറാത്ത് ഉൾപ്പെടുന്ന, രാജസ്ഥാൻ ഉൾപ്പെടുന്ന, മധ്യപ്രദേശ് ഉൾപ്പെടുന്ന ആ ഒരു ബെൽറ്റ്. ആ ബെൽറ്റിനപ്പുറത്തേക്ക് അവർക്ക് ഒരു വലിയ സ്വാധീനം പിന്നീട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി BJP നേരിടാൻ പോകുന്നതും ആ മേഖലകളിലാണ് എന്നാണ് കൃത്യമായ കണക്കുകൾ പറയുന്നത്. കാരണം വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ കൃത്യമായ സൂചനയാണ്. കാരണം BJPക്ക് ആധിപത്യം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെ 62% പോളിംഗിലേക്ക് പിന്നെ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കടന്നില്ല. പക്ഷെ 4ാം ഘട്ടം മുതൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ഥലത്തെ 4ാം ഘട്ടം മുതലാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാൻ കൃത്യമായി കണക്ക് പറയാം. കാരണം 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 92 മണ്ഡലങ്ങളിൽ അതിൽ കേവലം 42 മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു BJP 2019 ജയിച്ചത്. അതായത് അപ്പോൾ അവിടുത്തെ പോളിംഗ് ശ്രദ്ധിക്കണം. ഈ 4ാം ഘട്ടത്തിൽ വന്നപ്പോൾ പോളിംഗ് 67% ആദ്യത്തെ 3 ഘട്ടങ്ങളിൽ, അതായത് BJPക്ക് സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒരു 62% പോളിംഗ് നടന്നിരുന്നതെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള, പ്രത്യേകിച്ച് പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റവും അധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന കർണാടക ഉൾപ്പെടെ, തെലങ്കാന ഉൾപ്പെടെ, ബംഗാൾ ഉൾപ്പെടെ, ബീഹാർ ഉൾപ്പെടെ ആ പ്രദേശങ്ങളിലേക്ക് വോട്ടിംഗ് കഴിയുമ്പോൾ എന്താണ്, പോളിംഗ് കൃത്യമായി തന്നെ കൂടുന്നു. അത് കൃത്യമായ സൂചനയാണ്. കാരണം ഇത് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു അഭിപ്രായം മാത്രമല്ല. കാരണം ദേശീയ ചാനലുകളിൽ ഇവിടെ പറയുണ്ടായി, ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് ഓശാന പാടിക്കൊണ്ടിരുന്ന, നരേന്ദ്രമോദിക്ക് വേണ്ടി വലിയ വക്കാലത്തെടുത്ത ദേശീയ ചാനലുകൾ, അവയുടെയൊക്കെ നിലപാട് മാറ്റം ശ്രദ്ധിക്കണം. NDTV ഉൾപ്പെടെ, ടൈംസ് നൗ ഉൾപ്പെടെ, ABP ന്യൂസ് ഉൾപ്പെടെ, ആജ് തക് ഉൾപ്പെടെ BJPക്ക് വേണ്ടി സംസാരിച്ചിരുന്ന റിപ്പബ്ലിക്കൻ ചാനൽ ഇപ്പം കാണാൻ പോലും ഇല്ല, ചിത്രത്തിൽ പോലും ഇല്ല, അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ ചാനലുകളിലെ ഒക്കെ നിലപാട് മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന മെയ് 7-ാം തീയതി, 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന മെയ് 13-ാം തീയതി, ഈ ഒരാഴ്ചത്തെ കൃത്യമായി നരേന്ദ്രമോദി ചിത്രത്തിൽ പോലുമില്ല. അവരുടെ പ്രൈം ഡിബേറ്റുകളിൽ നരേന്ദ്രമോദി പിന്നെ അകത്തങ്ങളിലേക്ക് പോയിരിക്കുന്നു. അല്ലെങ്കിൽ ദേശീയ പത്രമാധ്യമങ്ങളുടെ ഒക്കെ ഫ്രണ്ട് പേജ് വാർത്തകളിൽ മോദിയില്ല. ആകപ്പാടെ ഈ കഴിഞ്ഞ ഒരു 10 ദിവസം മോദിയുടെ ഒരു പ്രസ്താവനയായി പുറത്തു വന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബൂമറങ്ങായി മാറി. അദ്ദേഹം പറഞ്ഞതാ, കള്ളപ്പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മോദിയെക്കുറിച്ചും അല്ലെങ്കിൽ അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും അവർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നു. കോൺഗ്രസിന് വലിയ ടംബോയിൽ കള്ളപ്പണം കൊടുത്തു എന്നാണ് മോദി പറഞ്ഞത്. അത് അദ്ദേഹത്തിന് തിരിച്ചടിയായി. കാരണം 2018 ഇന്ത്യയിലെ 100% കള്ളപ്പണവും ഇല്ലാതാക്കി നോട്ട് നിരോധനം കൊണ്ടുവന്ന് പറഞ്ഞ മോദി പറയുക, പ്രധാനിയുടെയിലും അംബാനിയുടെയിലും കോടാനുകോടി, ആയിരക്കണക്കിന് കോടി കള്ളപ്പണം ഇരിക്കുകയാണ്, അത് മുഴുവൻ കൊടുത്ത് കോൺഗ്രസ് ഡംപ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറി. അപ്പൊ ആകെ മോദിയുടെ ഒരു പ്രസ്താവന ശ്രദ്ധിക്കുന്നത് മാത്രമാണ്. അല്ല, ഞാൻ ഒരു കാര്യം കൂടി റോണി, അതിൽ നിങ്ങളുടെ ഷെയറിനെ കുറിച്ച് ഒരു ചോദ്യം എന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പ്രകടനത്തെക്കുറിച്ച് അതും താങ്കൾ ഈ ചർച്ചയിൽ പറയേണ്ടതാണ്. അതിന്റെ ഒരു വളർച്ച എങ്ങനെയാണ് കാണുന്നത്? വളരെ കൃത്യമായി പറയാം. ഈ ഇതുവരെ തെരഞ്ഞെടുപ്പിൽ നടന്ന ഈ പറയുന്ന 381 സീറ്റിൽ BJP വിജയിച്ച 260 സീറ്റിലെ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. ആ 260 സീറ്റിൽ 185 സീറ്റിലും കഴിഞ്ഞ നമ്മുടെ 2ാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് ഒരു തളർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നോട്ട് വരേണ്ടത് വളരെ കൃത്യമായി ശരത്തിനറിയാം. ഈ BJPക്ക് സ്വാധീനം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ, ഈ ഹിന്ദി ബെൽറ്റ് ഉൾപ്പെടെ, ഞാൻ ആദ്യം പറഞ്ഞ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അവിടെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ, ഇവൻ കർണാടകയിൽ തന്നെ ശരത്തിനറിയാം, അവിടെ BJPയുമായിട്ട് നേർക്കുനേർ പോരാട്ടം നടത്തിയത് കോൺഗ്രസ്സാണ്. BJP പോലും സമ്മതിക്കുന്നുണ്ട് കർണാടകയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തും. മഹാരാഷ്ട്രയിൽ അവിടെ BJPക്കെതിരെ വലിയ പോരാട്ടമായി വന്നിരിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു പടിഞ്ഞാറൻ ബെൽറ്റ്, ഞാൻ പറയുന്ന ഈ കേരളം, കർണാടക ഉൾപ്പെടെ മഹാരാഷ്ട്ര, ഗോവ ഉൾപ്പെടെ വരുന്ന ആ ഒരു പടിഞ്ഞാറൻ ബെൽറ്റ് ഉണ്ടല്ലോ, ആ പടിഞ്ഞാറൻ ബെൽറ്റിൽ, ഇനി കിഴക്കൻ ബെൽറ്റിലാണ് മറ്റു പ്രാദേശിക പാർട്ടികൾ BJPയുമായിട്ട് മത്സരിക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ DMK, ആന്ധ്രാപ്രദേശിൽ എന്ന് പറഞ്ഞാൽ YSR കോൺഗ്രസ്, ഒറീസയിൽ ബിജു ജനതാദൾ, ബംഗാളിൽ വന്നു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ്, അതെല്ലാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കിഴക്കൻ ബെൽറ്റാണ്. അപ്പോൾ പടിഞ്ഞാറൻ ബെൽറ്റിലുള്ള ബഹുഭൂരിപക്ഷ സീറ്റുകളിലും BJPയെ നേർക്കുനേർ അതുകൊണ്ട് തന്നെ ഈ 4 ഘട്ടത്തിൽ ഉദ്ദേശം എത്ര സീറ്റിൽ വരെ കോൺഗ്രസിന് ജയിച്ചു വരാൻ കഴിയും?
ഇവിടെ ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ ഈ 4 ഘട്ടം കഴിയുമ്പോൾ BJPയുടെ മുന്നിൽ ഇന്ത്യ മുന്നണി എത്തിയിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് എന്ന വാക്കല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഇന്ത്യ മുന്നണി. ഞങ്ങൾ കാരണം ഞങ്ങൾ ഒരു കൂട്ടായ്മയിലാണ് വിശ്വസിക്കുന്നത്, കളക്റ്റീവ് ലീഡർഷിപ്പിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ പോരാട്ടം ഇന്ത്യ മുന്നണിയുടെ ലേബലിലാണ്. കൃത്യമായി തന്നെ ഇനിയുള്ള 3 ഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നേറ്റമായിരിക്കും. ഈ 4 ഘട്ടത്തിൽ BJP പ്രതിരോധിച്ച് നിർത്തി. ശരത് ഒറ്റ കാര്യം ശ്രദ്ധിക്കും, ഇന്ന് നരേന്ദ്രമോദിയുടെ വാക്ക് പ്രസ്താവന ശ്രദ്ധിക്കാമോ? ഹിന്ദു മുസ്ലിം ഡിവൈഡിനെ കുറിച്ച് പറയേണ്ട ഒരു സാഹചര്യം എന്നാൽ അന്ന് ഞാൻ പൊതുപ്രവർത്തനം നടത്തുമെന്ന മോദി പറഞ്ഞത്. ഈ കഴിഞ്ഞ 3 ഘട്ടത്തിൽ മോദി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മുസ്ലിങ്ങള് നുഴഞ്ഞുകയറ്റക്കാരാണ്, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരാണ്, ഇന്ത്യൻ ടീമിൽ പോലും മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കൊടുക്കുമെന്ന് അച്ചമർഗീയത പറഞ്ഞ മോദി എന്ന് പറയുക. ഈ 2 സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നാൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. വളരെ കൃത്യമായി BJP സഹോദരൻ മനസ്സിലായി. കാരണം അവര് പറഞ്ഞതൊന്നും, കാരണം BJP ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ട്രാറ്റജി മൊത്തം പിഴഞ്ഞു. അവര് പറഞ്ഞു 370 സീറ്റ് 400 സീറ്റ്. ജനം ചിന്തിച്ചു എന്തിനാ അവർക്ക് 370 സീറ്റ് 400 സീറ്റിനെ കുറിച്ച് എന്ത് BJP പറയുന്നു? അവിടെയാണ് ഇന്ത്യ മുന്നണിയുടെ ശരി. ശ്രീലാൽ, ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടായാലും BJPയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇവരുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷകളെ സംബന്ധിച്ചൊരു അസസ്മെൻറ്റ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. പോളിംഗുമായി ബന്ധപ്പെടുത്തി റോണി വെച്ച ഒരു കണക്കുണ്ട്. നേരത്തെ ഉല്ലാസ് ബാബു ഒരു തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവുമില്ല, 400 എങ്കിൽ 400 അതിൽ തന്നെ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. ഇത് മുന്നണികളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇങ്ങനെ കയറി വരും എന്ന നിലയിൽ നേതാക്കൾ പറയുന്ന ഏതെങ്കിലും ഒരു ഫീഡ്ബാക്ക് വെച്ചല്ല മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മളൊക്കെ ഇതിലൊരു അസസ്മെൻറ്റ് നടത്തുന്നത്. ഈ വിധം ഉല്ലാസ് ബാബു പറഞ്ഞതിനപ്പുറമുള്ള ഈ മുന്നണികളുടെ നേതാക്കളുടെ കാഴ്ചപ്പാടിനും അവർ വിവരിക്കുന്ന അവകാശവാദത്തിനും അപ്പുറം വലിയ നിരീക്ഷണങ്ങൾ BJPക്ക് സംഭവിച്ച പ്രതിരോധത്തിലേക്ക്, ഒരു ഡിഫെൻസീവ് റോളിലേക്ക് BJP പോയതിനെ സംബന്ധിച്ച വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ രാജ്യത്ത് പ്രബലമാണോ? അത്തരമൊരു ചിന്ത ശക്തമായിട്ടുണ്ടോ? ഉല്ലാസ് ബാബു പറഞ്ഞതിനപ്പുറമാണോ ഇപ്പോഴത്തെ കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, ഈ പോളിംഗ് പെർസെൻറ്റേജിനെ ഡിവൈഡ് ചെയ്ത് റോണി അവതരിപ്പിച്ചത് അല്പം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ പ്രാമുഖ്യമുള്ള സീറ്റുകളിൽ അടക്കം വന്നിട്ടുള്ള സാധ്യതകളും മറ്റുമൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചു, പോളിംഗുമായി ബന്ധപ്പെടുത്തിയൊക്കെ. ഈ 2-3 കോണ്ടെക്സ്റ്റ്, ഈ 2-3 ആസ്പെക്റ്റിനെ കുറിച്ച് ശ്രീലാൽ കേട്ടിരുന്നല്ലോ, എന്താണ് പറയാനുള്ളത്? നേരത്തെ ഇതിനകത്ത് ഇപ്പോൾ BJPയുടെ അവകാശവാദങ്ങളിൽ എത്തി നിൽക്കുന്നത് BJP 400 സീറ്റ് എന്നുള്ളതാണ്. 400 സീറ്റ് എന്നുള്ളത് BJP നേതൃത്വം തന്നെ വളരെ മുമ്പ് ഉപേക്ഷിച്ചൊരു ഒരു പ്രയോഗമാണ്. കാരണം 400 സീറ്റ് എന്നുള്ള അബ് തക് 400 പാർ എന്നുള്ള ഈ പ്രയോഗം വന്നതോടെ തന്നെ ഇത് ഭരണഘടന മാറ്റി എഴുതാനുള്ള ഒരു പുതിയ ഒരു രീതിയാണ്, പുതിയൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ടായി ഇതിനകത്ത്. അത് വളരെ ഭംഗിയായിട്ട് ഇന്ത്യ മുന്നണി അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. BSPയുടെ വോട്ടുകൾ പോലും ഉത്തർപ്രദേശിൽ കിട്ടാൻ പാകത്തിന് അംബേദ്കർ രൂപപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന ആ രൂപത്തിൽ മാറ്റിയെഴുതി. ഈ നിലയിലുള്ള ഗൗരവമായ വിഷയമൊക്കെ ഇന്നലെ രാഹുൽ ഗാന്ധിയും മറ്റുമൊക്കെ അവതരിപ്പിച്ചത് താഴെത്തട്ടിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതോടെയാണ് ഈ 400 പാർ എന്നുള്ള ഒരു പ്രയോഗം തന്നെ മാറ്റിവെച്ചത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ BJP വലിയ തോതിൽ അവരുടെ സ്വന്തം അവർ കൈവെള്ളയിൽ കൊണ്ടുനടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്തിൽ ഇത്തവണ 1-2 സീറ്റുകൾ BJP കുറഞ്ഞാൽ അതിശയിക്കരുതെന്നാണ് ഗുജറാത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കാരണം ഗുജറാത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധിയുണ്ട്. ഗുജറാത്തിൽ അവിടെയുള്ള പ്രബല ഈ പറയുന്ന ജാതി വിഭാഗങ്ങൾക്കിടയിൽ BJPയുടെ പല നീക്കങ്ങളിലും അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന ഒരു കണക്കെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ ഠാക്കൂറുകൾ, രാജ്പുത്തുകൾ ഇപ്പോൾ വലിയ തോതിൽ തെറ്റി നിൽക്കുന്നു എന്നുള്ളതാണ് BJPയുമായി. കാരണം ജാട്ടുകൾക്ക് വലിയ പ്രാധാന്യം BJP കൊടുത്തു എന്നുള്ള ഒരു വലിയ ആക്ഷേപം ഉത്തർപ്രദേശിൽ ഈ പറയുന്ന ഠാക്കൂറുകൾക്കുണ്ട്. അവിടെ രാജ്നാഥ് സിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വലിയ പ്രസ്താവനകൾ നടത്തി നമ്മൾ കാണാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഠാക്കൂറുകളുടെ അവരുടെ ഒരു എതിർപ്പ് കണക്കിലെടുത്തുകൊണ്ട് രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിൻ്റെ തലത്തിൽ അങ്ങ് ഒതുങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ BJP നേരിടുന്നുണ്ട്. രാജസ്ഥാനിൽ അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇതോടെ BJP 150ഓളം സിറ്റിംഗ് MP മാരെ മാറ്റിയിട്ടാണ് പുതിയ MP മാരെ കൊണ്ടുവന്നത്, പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നത്. MP മാരല്ല, സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ ഇറക്കിയത്. ആ 150ഓളം സിറ്റിംഗ് MP മാരെ മാറ്റി കൊണ്ടുവന്നതിൽ 100-ലധികം പേർ മറ്റു പാർട്ടികളിൽ നിന്നും ഈ BJPയിലേക്ക് എത്തിയതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും മറ്റും BJPയിലേക്ക് എത്തിയവരാണ് ഈ 100ഓളം പേർ. ഇവരെ കൊണ്ടുവന്നതോടെ പ്രാദേശിക തലത്തിൽ BJPയിൽ ഉണ്ടായിരുന്ന നേതാക്കളുടെ കടുത്ത അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പ്രധാനമന്ത്രി നേരിട്ട് ചില സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ പോലും ഒരു വലിയ തോതിൽ പ്രസിഡന്റ്, പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ചുരുവിലുണ്ടായൊരു സംഭവം അങ്ങനെയാണ്. അവിടെ പ്രധാനമന്ത്രി രാജസ്ഥാനിലെ ചുരുവിൽ നേരിട്ട് പോയി സമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ റാലി നടത്തുകയും ചെയ്തു. അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചു, ഈ സ്ഥാനാർത്ഥി എൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് BJP പ്രവർത്തകർ അവിടെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങിയത്. ഇങ്ങനെയുള്ള വലിയ
പ്രതിസന്ധികൾ BJP തന്നെ നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJP ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നവരെയും BJP പറഞ്ഞിരുന്ന ഏതെങ്കിലും മുദ്രാവാക്യം പിന്നീട് നമ്മൾ കേട്ടോ, ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, ബേട്ടി ലാഡ്ലി പദ്ധതികൾ, ഇതൊന്നും തന്നെ മധ്യപ്രദേശിൽ വലിയ തോതിൽ BJP ഗുണമുണ്ടാക്കിയ പദ്ധതിയായിരുന്നു ലാഡ്ലി പദ്ധതി. ഇതൊന്നും തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേൾക്കാനില്ല. ഉജ്ജ്വല ഗ്യാസ് പദ്ധതി കേൾക്കാനില്ല, മേക്ക് ഇൻ ഇന്ത്യ കേൾക്കാനില്ല, മെയ്ഡ് ഇൻ ഇന്ത്യ കേൾക്കാനില്ല. ഇത്തരം BJP കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ഭരണനേട്ടമായി കൊണ്ടു നടന്ന കാര്യങ്ങൾ, അത് ഭരണനേട്ടമായി കൊണ്ടു നടക്കുകയും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മോദിയുടെ ഗ്യാരണ്ടിയായി അവതരിപ്പിച്ച കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ പിന്നീട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളിൽ നമ്മൾ കേട്ടോ? കഴിഞ്ഞ കുറച്ച് ഘട്ടങ്ങളായിട്ട്, ഒന്നാം ഘട്ടം കഴിഞ്ഞ ശേഷം 2, 3, 4 ഘട്ടങ്ങൾ നമ്മൾ കേട്ടതൊന്നുമല്ല. അവിടെയാണ് BJPയുടെ ഇത്. അതോടൊപ്പം 2014 നരേന്ദ്രമോദി വലിയ താരമായിരുന്നു. നരേന്ദ്രമോദി 2014 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന UPA സർക്കാരിൻ്റെ അഴിമതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനുള്ള വലിയ ഒരു ദൗത്യമായി ഏറ്റെടുത്താണ് അദ്ദേഹം 2014 തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. 2019 എത്തിയപ്പോൾ അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഹീറോയായി പാകിസ്ഥാനെ ആക്രമിക്കുന്നു, പുൽവാമയുടെ മറുപടിയായി ബാലാക്കോട്ടിൽ ആക്രമണം നടത്തുന്ന ഇന്ത്യയുടെ വലിയ ദേശീയതയുടെ ഒരു പര്യായമായി വരുന്ന നേതാവ് നരേന്ദ്രമോദി. 2024 എന്താണ് അദ്ദേഹത്തിൻ്റെ വിശേഷണം? 2024 രാമക്ഷേത്രം നിർമ്മിച്ചെന്ന് പോലും അതിൻ്റെ ക്രെഡിറ്റ് പോലും BJP എടുക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 2024 അതിലൊരു കാര്യം ചോദിച്ചോളട്ടെ, ഒരൊറ്റ കാര്യം കൂടി ചുരുക്കി. അതായത് ശ്രീലാൽ, ഈ അയോധ്യ പ്രശ്നം BJP ഉദ്ദേശിച്ച നിലയിലേക്ക് ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി 24 ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടെ ഈ പ്രധാനമന്ത്രി തന്നെ പുരോഹിത വേഷം അണിഞ്ഞത് യഥാർത്ഥത്തിൽ BJP പ്രതീക്ഷിക്കാത്തൊരു, അല്ലെങ്കിൽ ഈ വലിയ വിശ്വാസത്തിന് ഇടയിൽ BJP പ്രതീക്ഷിക്കാത്ത നിലയിൽ അത് മാറിയിട്ടുണ്ടോ? ശരത്ത്, ഈ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അത്ര വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കില്ലെങ്കിലും വടക്കേ ഇന്ത്യയിൽ പൂജ ബ്രാഹ്മണൻ തന്നെ ചെയ്യണമെന്നൊരു വലിയ ഒരു ആവശ്യമുള്ള അങ്ങനെ അവിടെ ഒരു വേർതിരിവ് ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതൊക്കെ വടക്കേ ഇന്ത്യയിൽ വലിയ ഒരു കാര്യമാണ്. അവിടെയാണ് നരേന്ദ്രമോദി നേരിട്ട് പൂജ നടത്തുന്നു. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയായി പല UPയിലും മറ്റും പല സ്ഥലങ്ങളിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടുത്തെ ഒരു വിഷയമായി ഉയർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത് വലിയ തോതിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുമുണ്ട്. അത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് കാര്യമായി രാമക്ഷേത്രം എവിടെയും പറയാതെ BJP മാറിക്കുന്നത്. കാരണം BJP അവരുടെ ഭരണനേട്ടമായി കൊണ്ടുവന്ന കാര്യമായിരുന്നു രാമക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളത്. പക്ഷേ പിന്നീട് അതിനൊരു ഊന്നൽ കൊടുക്കാതെ BJP അങ്ങോട്ട് അല്പം മാറ്റിവെച്ചത് അതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെത്തിയിട്ട് പോലും ഈ ശ്രീരാമക്ഷേത്രത്തെ പറ്റിയിട്ട് വലിയ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള വലിയ ശ്രമങ്ങളോ നടത്തിയില്ല എന്നുള്ളത് ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞാലും നരേന്ദ്രമോദി ഇപ്പോൾ എന്ത് ഭരണനേട്ടം പറഞ്ഞാലും വിലക്കയറ്റത്തിന് എതിരെ പകരമാകില്ല എന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കും. വിലക്കയറ്റത്തിന് പകരമാകുമോ എന്ന് ജനം തിരിച്ചു ചോദിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വടക്കേ ഇന്ത്യ എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഈ പറയുന്ന ഒരു തരംഗമില്ലായ്മ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് 2014 19 ഉണ്ടായിരുന്ന ഒരു തരംഗം, അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന ഒരു ഓറ, അത് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ശ്രീ VPP മുസ്തഫ, മോദി തരംഗം ആ നിലയിൽ 2019 ഇല്ല എന്നുള്ളതൊരു വ്യക്തം തന്നെയാണ്. അങ്ങനെ ഒരു തരംഗമില്ല. മാത്രമല്ല, ഇപ്പോൾ 19 ഉദാഹരണത്തിനെടുത്താൽ അതിന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, കർണാടകയിലൊക്കെ കോൺഗ്രസ് സഖ്യം മുന്നണി അധികാരത്തിൽ വന്നിട്ടും തൊട്ടു പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മോദി ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം. 25 സീറ്റിലാണ് BJP അവിടെ. ഇപ്പോൾ അതിൽ വലിയ തോതിലുള്ള കുറവ് സംഭവിക്കും എന്നൊരു യാഥാർത്ഥ്യം BJP കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രാജസ്ഥാനിലെ സ്ഥിതി. സംസ്ഥാന ഭരണം പിടിച്ചിട്ടും കോൺഗ്രസിന് ലോക്സഭയിലേക്ക് ആളുകളെ ജയിപ്പിച്ചെടുക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. കാരണം വളരെ വ്യക്തമാണ്, 2019 മോദി തരംഗം എന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇല്ല എന്ന് അദ്ദേഹം തന്നെ സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം വിഷയങ്ങളെ മാറ്റി അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി വരുന്നു. 3ലും 4ലും നേരത്തെ റോണി പറഞ്ഞതുപോലെ പച്ചവർഗീയത പറയുന്നു, മുസ്ലിം വിരോധം പറയുന്നു, അതിന് തെറ്റായ കണക്കുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ സാമ്പത്തിക ഉപദേശക സമിതിയുടേതെന്ന പേരിൽ വന്ന റിപ്പോർട്ട് വെച്ചിട്ട് ഈ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജനസംഖ്യാ കണക്കുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതിലൊക്കെ ഒരുപാട് യുക്തിരാഹിത്യങ്ങളുണ്ട് എന്ന പ്രശ്നം നിൽക്കുന്നു. ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ ഇവിടെ ശ്രീ ഉല്ലാസ് ബാബു സ്വാഭാവികമായും BJPയുടെ, അദ്ദേഹം നിങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അതേ പറയാൻ കഴിയും, അത് വേറൊരു കാര്യം. അദ്ദേഹം ആത്മവിശ്വാസം ആവർത്തിക്കുന്നു. നേരത്തെ അപ്പോൾ ശ്രീലാൽ പറഞ്ഞു BJP പ്രധാനമന്ത്രിക്കോ അമിത്ഷായ്ക്കോ ഇല്ലാത്ത ആത്മവിശ്വാസമാണ് ഉല്ലാസ് ബാബു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ അഴിമതി, അതുപോലെ തന്നെ ജനകീയ പ്രശ്നങ്ങൾ, ഇതെല്ലാം കെജ്രിവാളിൻ്റെ, ഇപ്പോൾ ജയിലിൽ നിന്ന് വരുന്ന കെജ്രിവാൾ ഒരു പ്രതീകമായി തന്നെ ഇപ്പോൾ നാളെ UPയിലേക്ക് പ്രചാരണ രംഗത്ത് പോകും. ഈ വിഷയങ്ങളൊക്കെ BJP ഒട്ടും പ്രതീക്ഷിക്കാത്ത നിലയിൽ BJP വിരുദ്ധമായി പ്രചരണ രംഗത്ത് കരുത്താർജിക്കുകയായിരുന്നു. ശ്രീ മുസ്തഫ. തീർച്ചയായിട്ടും
കാരണം നമ്മളൊരു 10 വർഷമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ശരത്തെ കേൾക്കാം. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ശ്രീ നരേന്ദ്രമോദിയിൽ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായത്. അത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ്, ഫാക്ടറാണ്. കാരണം 2014 ഗുജറാത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ ദേശീയ നേതാവായി വാഴിച്ചതോടുകൂടി BJPയിൽ തന്നെ ഉണ്ടായിരുന്ന അദ്വാനി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രായം ഉൾപ്പെടെയുള്ള പല ഘടകങ്ങൾ പറഞ്ഞ് മൂലക്കാക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ മോഡി അമിത്ഷാ ദ്വയം BJPക്ക് രാജ്യത്തൊരു ഏകശിലാ മാതൃകയെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ചുറ്റുമാണ് കഴിഞ്ഞ ഒരു ദശകമായി ഇന്ത്യൻ രാഷ്ട്രീയം അവർ നിശ്ചയിക്കുന്നതായിരുന്നു നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അജണ്ടയായിട്ടുണ്ടായിരുന്നത്. പക്ഷെ 2024 ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ ഉല്ലാസ് ബാബു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മുന്നിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? ഇപ്പോ അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്ത്യ കൂട്ടായ്മയുടെ നേതാക്കളുടെ നിരീക്ഷണങ്ങൾക്കും അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന തരത്തിലേക്കായില്ലേ? നേരത്തെ അവരാണ് അജണ്ട സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ ഇന്ത്യ കൂട്ടായ്മ അജണ്ട സെറ്റ് ചെയ്യുന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞു. അത് വലിയ നിലയിലുള്ള ഒരു സംഗതിയല്ലേ? നരേന്ദ്രമോദിയെ പിന്നൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിശ്വഗുരു എന്ന് പറയുന്ന പ്രതിച്ഛയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ വിശ്വഗുരുവായി ഒരു ഉലകം ചുറ്റുന്ന അതിന്റെ അവിടെയെല്ലാം സ്വാധീനമുള്ള ഒരു മഹാനേതാവായിട്ടാണ് അവർ വാഴ്ത്താൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സ്വന്തം ജനതയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, അവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം സങ്കുചിതമായ വർഗീയ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു നരേന്ദ്രമോദിയെ കാണേണ്ടി വരികയല്ലേ? നമ്മൾ സമീപ വർഷങ്ങളിലൊന്നും കാണാത്ത ഒരു നരേന്ദ്രമോദിയുടെ 2002 ശേഷം നരേന്ദ്രമോദിയെ അങ്ങനെ ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ ഈ 10 വർഷത്തെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന് 3-ാം വട്ടം ഉറപ്പിക്കാൻ പോകുന്ന പ്രധാനമന്ത്രിയെ കാണേണ്ടി വരികയാണ്. വിശ്വഗുരുവിന്റെ പ്രതിച്ഛായയിൽ നിന്ന് സ്വന്തം ജനതയെ തമ്മിലടിപ്പിക്കാനുള്ള ഈ സങ്കുചിത വർഗീയ രാഷ്ട്രീയത്തിന്റെ ഒരു സാധാരണ ഉപാസകനായിട്ട്, ഒരു സാധാരണ RSSകാരനായിട്ട് അദ്ദേഹം മാറുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. എന്ന് മാത്രമല്ല, അവർക്ക് BJP പോലും പൊതുരാഷ്ട്രീയത്തിൽ മാത്രമല്ല BJPയിൽ തന്നെ പഴയതുപോലെ വീറ്റോ ഉണ്ടാകുന്നുണ്ടോ? ഇപ്പൊ ഗുജറാത്തിന്റെ കാര്യം ഇവിടെ ശ്രീലാൽ സൂചിപ്പിച്ചു. അവിടുത്തെ ആഭ്യന്തര പ്രശ്നം രൂക്ഷമല്ലേ? നിങ്ങൾ നോക്കുക, അവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിറകെ ഗുജറാത്തിൽ ഒറ്റയടിക്ക് പിന്നെ അവരുടെ 26 മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായി. അതിന് തൊട്ടു പിറകെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ സ്ഥാപനം, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള സഹകരണ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. ശരത്ത്, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ്, ഇഫാക്ക് എന്ന് പറയുന്ന സ്ഥാപനം, അത് ദീർഘകാലമായി BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നതാ. അതിനകത്ത് അമിത്ഷാ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി തോറ്റിരിക്കുകയാണ്. തോൽപ്പിച്ചതാരാ? BJPയിലെ തന്നെ മറു ഗ്രൂപ്പ് തോൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് പുതിയ ഭരണസമിതി അതിൽ വന്നു, ഇഫാക്കിന്റെ പുതിയ ഭരണസമിതി. ആ ഭരണസമിതിക്ക് കഴിഞ്ഞ ദിവസം അമ്രേലിയിൽ സ്വീകരണം വെച്ചു. ആ സ്വീകരണ യോഗത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗം പങ്കെടുക്കുന്നില്ല, അവിടുത്തെ ചില MLA-മാർ പങ്കെടുക്കുന്നില്ല. എന്നാൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ വിരുദ്ധ ഗ്രൂപ്പിലുള്ള കേന്ദ്രമന്ത്രി ആ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നു. അപ്പൊ ഗുജറാത്തിൽ തന്നെ BJPയിൽ രൂക്ഷമായ, നേരത്തെ ഒരു 30 വർഷമായിട്ട്, 1-2 വർഷമല്ല, ഈ 10 വർഷമല്ല, കഴിഞ്ഞ 30 വർഷമായിട്ട് മോഡിയും അമിത്ഷായും തീരുമാനിക്കുന്നതിനപ്പുറത്ത് ഒരു ചില്ലനങ്ങാതിരുന്ന ഗുജറാത്തിലെ BJPയിൽ, വഡോദരയിലും അതിന്റെ തൊട്ടടുത്ത മണ്ഡലത്തിലും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ BJPക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റേണ്ടി വന്നില്ലേ? സൂറത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച് ഏകപക്ഷീയമായ വിജയം നേടിയ ഗുജറാത്തിലാണ് BJPക്കകത്ത് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ കാണുക. അവിടെയാണ് ശ്യാംലാൽ പറഞ്ഞ ഒരു വസ്തുത വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്തവണ കഴിഞ്ഞ ഒരു 3 ദശകമായി മുഴുവൻ സീറ്റിലും BJP ജയിച്ചു വരുന്ന ഗുജറാത്തിൽ ഇത്തവണ മാറ്റമുണ്ടാകാൻ വേണ്ടി പോകുന്നു. ഇത് അവിടെ നിന്നില്ല. ഇപ്പൊ ഹരിയാനയിൽ നോക്കൂ, BJP അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ പക്ഷത്തേക്ക് സ്വതന്ത്രരെയും കക്ഷികളെയും കൊണ്ടുവന്നാൽ പിന്നെ അത് ഉറപ്പിച്ച് നിൽക്കലാണ്. പക്ഷെ അവിടെ JJP ആ മുന്നണിയിൽ നിന്ന് മാറി, ഇപ്പൊ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്വതന്ത്രർ മാറിയിരിക്കുന്നു, അവിടെ ന്യൂനപക്ഷ സർക്കാരായി മാറിയിരിക്കുകയാണ് ഹരിയാനയിൽ. ഇതെല്ലാം കാണിക്കുന്നത് എന്താ? BJPയുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം അങ്ങ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ശരത്തെ, അത് ഇവിടെ നേരത്തെ ഉല്ലാസ് ബാബു പറഞ്ഞത് ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ ഞങ്ങൾ ജയിക്കും, അതിന് കാരണം നരേന്ദ്രമോദിയുടെ വികസനമാണ് എന്നാണ്. എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം പറയാൻ കഴിയുന്നത്? നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം, ഉല്ലാസ് ബാബു, നിങ്ങൾ നമ്മുടെ പഴയ പ്ലാനിംഗ് ബോർഡിനെയൊക്കെ പിരിച്ചു വിട്ടിട്ട് നിങ്ങൾ കൊണ്ടുവന്ന സംവിധാനമാണ് നീതി ആയോഗ്. ആ നീതി ആയോഗ് 2022 നവംബറിൽ
ഇന്ത്യയിലെ അതിദാരിദ്ര്യത്തിന്റെ എക്സ്ട്രീം പോവർട്ടിയുടെ കണക്കെടുത്തു. ആ കണക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. നീതി ആയോഗിന്റെ കണക്കാ. അതിൽ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് ഏറ്റവും പിറകിൽ നിൽക്കുന്നത്. കേരളം അതിദരിദ്രരുടെ എണ്ണം 0.6% മാത്രമാണ്. തമിഴ്നാട് 2% മാത്രമാണ്. ആന്ധ്രയിലും തെലങ്കാനയിലും 6%-അടുത്ത് മാത്രമാണ് അതിദരിദ്രരുള്ളത്. എന്നാൽ ബീഹാറിൽ, നിങ്ങളിപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബീഹാറിൽ 33%, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ളത്. നിങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ 22%. ഈ പ്രധാനമന്ത്രി തന്നെ 12 വർഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ഗുജറാത്തിൽ 12%. ഇങ്ങനെ നോക്ക് നിങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അതിദാരിദ്ര്യം ഉള്ളത് BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലാണ്. ഇത് നിങ്ങളുടെ നീതി ആയോഗ് കൊണ്ടുവന്ന കണക്കാ. നിങ്ങൾ എന്നിട്ട് പിന്നെ ദക്ഷിണേന്ത്യയിലേക്ക് എന്ത് വികസനം എത്തിച്ചു എന്നാണ് പറയുന്നത്? ഇവിടെ നേരത്തെ തന്നെ ആ ഒരു വലിയ പുരോഗതി ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയത്തിന് ദക്ഷിണേന്ത്യയിൽ വേണ്ടത്ര വേരുറപ്പിക്കാൻ കഴിയാത്തത്. കർണാടകത്തിന് സ്വാധീനം ചെലുത്താൻ വേണ്ടി വ്യക്തമാണ്. താങ്കൾ പറഞ്ഞു വരുന്ന വാദം വ്യക്തമായി കഴിഞ്ഞു. ഞാനൊന്ന് ഉല്ലാസ് ബാബുവിലേക്ക് കൂടി പോട്ടെ. ശ്രീ മുസ്തഫ, നേരത്തെ ദക്ഷിണേന്ത്യയെക്കുറിച്ച് ഉല്ലാസ് ബാബു പറഞ്ഞതിന് 4-ാം തീയതി വരെ കാത്തു നിൽക്കാതെ VPP മുസ്തഫ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയും വിശദീകരണമാണ് ഇപ്പോൾ നടത്തിയത്. എനിക്ക് തോന്നുന്നു ആന്ധ്രയിലും തെലങ്കാനയിലുമാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഇത്തവണ കണ്ണുള്ളത്. കർണാടകയിലുള്ള സീറ്റ് കാര്യമായി കുറയാനാണ് നല്ല സാധ്യത. അത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പറഞ്ഞു തന്നുകൊണ്ട് ഉല്ലാസ് ബാബു ഞാൻ പറയുന്നതല്ല കേട്ടോ. മാധ്യമപ്രവർത്തകർ പല സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ പൊളിറ്റിക്കൽ എക്സ്പേർട്സ് അനലൈസ് ചെയ്തതിൽ നിന്നൊക്കെ കിട്ടുന്ന ഫീഡ്ബാക്കാണ് ഈ ചർച്ചയിലേക്ക് വെക്കുന്നത്. അപ്പോൾ അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും താങ്കൾ അവതരിപ്പിച്ച ആത്മവിശ്വാസത്തിൻ്റെ ആ ഒരു വിശദീകരണത്തിന് എന്തുകൊണ്ട് BJP ലീഡർഷിപ്പിന് ആത്മവിശ്വാസം ഇല്ലാതാകുന്നു എന്ന് റോണി കെ ബേബി പറഞ്ഞതിലുണ്ട്, ശ്രീലാൽ പറഞ്ഞതിലുണ്ട്, അതുപോലെ VPP മുസ്തഫ പറഞ്ഞതിലുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ പോയിന്റിലേക്കും പോകുന്നില്ല. നന്നായി അത് ഉല്ലാസ് ബാബു കേട്ടിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, വലിയ തോതിൽ പ്രതിരോധത്തിലാണ് BJP തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്ന് രാജ്യത്തിന് മുമ്പിൽ നല്ല ഒരു തോന്നൽ, ഒരു ബോധ്യം വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം വീണ്ടും താങ്കളുടെ മുമ്പാകെ വെക്കുകയാണ്. ഇവരൊക്കെ പറഞ്ഞത് വെച്ച് തന്നെ മറുപടി. ബഹുമാനായ ശരത്, ശ്രീ റോണിയും അതുപോലെ തന്നെ ശ്രീ VPP മുസ്തഫയും ബഹുമാനായിട്ടുള്ള നിരീക്ഷകനായിട്ടുള്ള ശ്രീലാലും അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താണ്? ഇവരൊക്കെ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട്, പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് BJP പരാജയപ്പെടണമെന്നും BJP വിജയിക്കരുത് എന്നും പരിപൂർണമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടീമാണെന്നേ. അവർ ആ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ അവർ പങ്കുവെച്ചോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 400 സീറ്റ് എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ ആ ഉദ്ദേശ ലക്ഷ്യത്തെ ഒരു കാരണവശാലും ഈ നിമിഷം വരെ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ നിമിഷം വരെ, ഞങ്ങളുടെ ഒരു നേതാക്കന്മാരും വിസ്മരിച്ചിട്ടില്ല. ആരും അത് പറയാതിരുന്നിട്ടില്ല. ആരും അത് വേണ്ട എന്ന് വെച്ചിട്ടില്ല. അത് വേണ്ട എന്ന് വെച്ചു എന്നുള്ളത് നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾ നിങ്ങളുടേതായിക്കോട്ടെ. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം, അമിത്ഷാജിയെ സംബന്ധിച്ചോളം, നദ്ദാജിയെ സംബന്ധിച്ചോളം, ബാക്കിയുള്ള ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെയും ഞങ്ങളുടെ നേതൃത്വവും ഒക്കെ കൃത്യമായി തന്നെ ഈ നിമിഷം വരെ ഞങ്ങളുടെ 400 സീറ്റ് എന്ന് പറയപ്പെടുന്ന ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിലാണ്. രണ്ടാമത്തെ കാര്യം, ദക്ഷിണേന്ത്യയിൽ ഞങ്ങൾ കാലുകുത്തുകയില്ല. നിങ്ങൾക്ക് എങ്ങനെ പറയും? ഈ കേരളത്തിൽ സർ എഴുതി വെക്കൊള്ളുക, ഈ കേരളത്തിൽ ഞങ്ങൾ കൃത്യമായി കാലുകുത്തുകയും ചെയ്യും, ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഞങ്ങളുടെ MP-മാർ, ശരത്ജിയെ എഴുതി വെക്കണേ, ഞങ്ങളുടെ MP-മാർ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രി പറഞ്ഞ 2 അക്കമാണ്. ഇത് ഏറ്റവും കൂടുതൽ ഈ പ്രതിപക്ഷ മുന്നണിയൊന്നും പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് MP-മാർ എന്ന് പറഞ്ഞാൽ അതിൽ 2 അക്കം പെടുമല്ലോ ശരത്ജി. രണ്ടാമത്തെ ഒരു കാര്യം, ഈ VPP മുസ്തഫയോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ പ്രതിപക്ഷ കൂട്ടായ്മ താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞോളൂ. എന്താ കുഴപ്പമുള്ളത്? 2014-ലും 2019-ലും BJP നിലം തൊടാൻ സാധ്യതയില്ല. 100% പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. BJP 2014-ലും 2019-ലും നിലം തൊടുകയില്ല ഇന്ത്യ പാർലമെന്റിൽ എന്ന് വാർത്ത വായിച്ചവരും വിശകലനം ചെയ്തവരുമൊക്കെയാണ് നിങ്ങളെല്ലാവരും. 2019-ൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് 15 സീറ്റ് കിട്ടുമെന്നും 10 സീറ്റ് കിട്ടുമെന്നും 8 സീറ്റ് കിട്ടുമെന്നും വ്യാഖ്യാനം നടത്തിയവരാണ്. 19 സീറ്റുമായിട്ട് പോയത് ആരാണ്? അപ്പോൾ ആ രാഷ്ട്രീയമൊക്കെ നിങ്ങൾ വിശകലനം ചെയ്യുന്നതും വിശകലനം ചെയ്തതല്ല റിസൾട്ടായിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ നിരവധി കാലങ്ങളായിട്ട് നിങ്ങൾക്കറിയാം. VPP മുസ്തഫയോട് എനിക്ക് ബഹുമാന പുരസ്സരം പറയാനുള്ളത്,
നിങ്ങളുടെ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് യാതൊരുവിധ തരത്തിലും ക്ലച്ച് പിടിക്കാൻ സാധിക്കില്ല എന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഏക വ്യക്തി, ആദ്യം മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നാലെ നടന്ന് സമയം കളയണ്ട എന്ന് വിചാരിച്ച് കെട്ടും മട്ടും മടക്കി അദ്ദേഹം കേരളത്തിലെ കച്ചവടം കഴിഞ്ഞ സമയത്ത് സുഖമായിട്ട് ഒരു റെസ്റ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള ഒരു യാത്രയായിട്ട് അദ്ദേഹം പോയത്. കാരണം എന്താണ്, അദ്ദേഹത്തിന് അറിയാം ഈ പ്രതിപക്ഷത്തിന് വേണ്ടി ഞാൻ ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല, ഇത് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. ഇവിടെ രാഹുൽ ഗാന്ധി എന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി, ഇവിടെ നേതാവായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് പെട്ടെന്ന് കെജ്രിവാളിലേക്ക് ഷിഫ്റ്റ് വന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ എവിടെയാ, സോണിയാഗാന്ധി എവിടെയാ, പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കെജ്രിവാളിന്റെ പുറകിൽ ആസാമിലും പഞ്ചാബിലും ഉണ്ടോ എന്നുള്ളതും കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മോദി സർക്കാരിന്റെ തിരിച്ചടിയിൽ നിന്നാണെന്ന് ഇതൊക്കെ ഉണ്ടായത്. മോദി സർക്കാരിന്റെ തിരിച്ചടിയിൽ നിന്ന്, കോടതി വിധികളിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ അഴിമതി ഗൗരവമായി ചർച്ച ചെയ്യുന്നു. മോദി സർക്കാരിന് എന്റെ ശരത് ജി, മോദി സർക്കാരിന് ഒരു തിരിച്ചടിയുമില്ല. കെജ്രിവാളോ രാഹുൽ ഗാന്ധിയോ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ നേതാക്കന്മാരോ ബംഗാളിലെ നേതാക്കന്മാരോ ഇന്ത്യയിലെ മറ്റ് നേതാക്കന്മാരെയോ ഒക്കെ നിരവധി നിർത്തി നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ കൂട്ടായ്മ ഉണ്ടാക്കി ഇതേ ഞങ്ങൾ തകർക്കാൻ പോകുന്നു BJP-യെയും NDA മുന്നണിയെയും എന്ന് പറഞ്ഞോളൂ. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ കൃത്യമായി തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ കേൾക്കുന്നില്ല, ഉജ്ജ്വല യോജന കേൾക്കുന്നില്ല, സ്റ്റാൻഡ് ബൈ മിത്ര കേൾക്കുന്നില്ല, സ്കിൽ ഡെവലപ്മെന്റ് കേൾക്കുന്നില്ല, മേക്ക് ഇൻ ഇന്ത്യ കേൾക്കുന്നില്ല. ഞാൻ ഇതൊക്കെ കൃത്യമായിട്ട് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീ ശരത് ഞങ്ങൾ മുന്നോട്ട്. ശരി, ഈ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ പ്രതിരോധത്തിലാണ് എന്നതിനെ അവതരിപ്പിക്കുന്ന ഘടകങ്ങൾ നിരവധിയായി വന്നു. ഉല്ലാസ് ബാബു 2 റൗണ്ടിലും BJP-യുടെ പുറമേക്ക് പറയുന്ന ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് ആവർത്തിക്കുന്നതിനപ്പുറം ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഇതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ സംസ്ഥാനത്തിലും സീറ്റ് കുറയുന്നതിന്റെ സാഹചര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ജനം ഇത് ചർച്ച ചെയ്യുന്ന ജനകീയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാകുന്നതിന്റെ ഭരണവിരുദ്ധതയുടെ പ്രശ്നം നിൽക്കുന്നു. അങ്ങനെ ഓരോന്നും പറഞ്ഞാണ് അവരൊക്കെ സംസാരിച്ചത്. അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്ന് ഇന്ത്യ മുന്നണി വരും എന്നല്ല പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരത്, ഗുജറാത്തിൽ BJP-യുടെ അധികാരത്തിൽ BJP-യുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എത്തിനോട്ടം നടത്താൻ ചെയ്ത PP മുസ്തഫ പറഞ്ഞില്ലല്ലോ. കോട്ടയത്ത് വാസവൻ ചെല്ലാത്തതിന്റെ പേരിൽ തോമസ് ചാഴിക്കാടിന് ഇടിവ് സംഭവിക്കുമോ ഇത്യാദി കാര്യങ്ങളല്ലോ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടന്നതോ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. BP മുസ്തഫ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അവിടെ ഒരു ആഭ്യന്തര പ്രശ്നവും രാജസ്ഥാനിലും സംഭവിക്കുന്നില്ല. ഗുജറാത്തിൽ ഞങ്ങൾ ഭരിക്കുന്ന ഗുജറാത്തിൽ, ഞങ്ങൾ പൊന്നുപോലെ ഡെവലപ്പ് ചെയ്ത ഗുജറാത്തിൽ, ഞങ്ങൾ വികസന പദ്ധതിയുടെ കൃത്യമായിട്ട് ഡെവലപ്മെന്റ് നടത്തിയ ഗുജറാത്തിൽ ഞങ്ങൾ നിങ്ങൾ അങ്ങ് അന്ധമായി പറഞ്ഞാൽ ഞാൻ അതിന് വിശകലനം ചെയ്യേണ്ട ബാധ്യത എന്താണുള്ളത്? ഗുജറാത്തിലെ, രാജസ്ഥാനിലെ, ബീഹാറിലെ, മധ്യപ്രദേശിലെ, ഈ തെരഞ്ഞെടുപ്പിൽ BJP മുൻപില്ലാത്ത വിധം ഒരു ആഭ്യന്തര പ്രശ്നം നേരിടുന്നു. നേരത്തെ ശ്രീലാൽ പറഞ്ഞത് ആത്മവിശ്വാസമല്ല, അത് യാഥാർത്ഥ്യവും. ആ റിയാലിറ്റി കാണാൻ അതായിക്കോട്ടെ, നിങ്ങളുടെ ആത്മവിശ്വാസമല്ലേ, അതിരിക്കട്ടെ. അതവരുടെ രാഷ്ട്രീയമാണ്. ഉല്ലാസ് ബാബു, ഒരു കാര്യം കൂടി നേരത്തെ ശ്രീലാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പ്രസക്തമല്ലേ? അതായത് റോണി ഒരു കാര്യം പറഞ്ഞു, എന്താ തെലങ്കാനയടക്കമുള്ള ആന്ധ്രയടക്കമുള്ള സ്ഥലങ്ങളിൽ പെർസെന്റേജ് ഓഫ് വോട്ട്സ് കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു വികസനം ഉണ്ടാകാം, അവർക്കൊരു വിജയം ഉണ്ടാകാൻ പോകുന്നു. എങ്ങനെയാണ് ശരത്ത് അങ്ങനെ പറയാൻ സാധിക്കുക? ഒരു തെരഞ്ഞെടുപ്പിൽ പെർസെന്റേജ് ഓഫ് ടോട്ടൽ വോട്ട്സ് കൂടുകയാണ് എങ്കിൽ അത് BJP-ക്ക് നേരെയുള്ള ഒരു അടിയാണ് എന്ന് റോണി അങ്ങ് വിശ്വസിച്ചു പോയാൽ അത് റോണിയുടെ അറിവില്ലായ്മ എന്നല്ലാതെ അതാണ് യാഥാർത്ഥ്യമെന്ന് വാദിക്കാൻ മാത്രം വിഡ്ഢിയായിട്ട് ഞാൻ മാറണോ? ശരി, അത് അദ്ദേഹത്തിന്റെ വാദം, താങ്കൾ അത് നിരാകരിച്ചു, അത് അവിടെ വിടാം, അത് 4-ാം തീയതി കഴിയട്ടെ. പക്ഷെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് ബോധ്യമൊന്നും തോന്നിയ ചില വസ്തുതകൾ കൂടി അവതരിപ്പിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്, അല്ലാതെ വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല. അതവിടെ നിൽക്കട്ടെ, താങ്കൾക്ക് അത് യോജിക്കാൻ കഴിയും. ഒറ്റ പോയിന്റ് കൂടി മാത്രം, അതായത് പടിഞ്ഞാറൻ ബെൽറ്റിലും കിഴക്കൻ ബെൽറ്റുകളിലും BJP-യുടെ വോട്ടിംഗ് പെർസെന്റേജ് ആണ് കുറഞ്ഞതെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയെന്ന്. അവിടെ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞതിൽ BJP-ക്ക് പറ്റിയിട്ടില്ല ഒരു പ്രയാസവും. അവിടെ നിങ്ങളുടെ കോൺഗ്രസ് മുന്നണിയുടെ പ്രവർത്തനങ്ങൾ പരിപൂർണമായി തകർക്കപ്പെടുകയും പരിപൂർണമായി നശിക്കുകയും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ ഒരു തരത്തിലും പ്രചരിപ്പിക്കാതെ നിങ്ങളുടെ നേതാക്കന്മാരുടെ വാക്കുകൾക്ക് യഥാവിധി ഒരു സമൂഹവും അംഗീകരിക്കാതെ പെർസെന്റേജ് ഓഫ് വോട്ട് കൃത്യമായി അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. അത് ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം കൃത്യമായിട്ട് നിങ്ങളോട് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നു. പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? മറുപടി പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? BJP-യുടെ പരാജയമായി എന്ത് വിഡ്ഢിത്തരമാണെന്ന് സർ. പോളിംഗുമായി ബന്ധപ്പെട്ട് ഈ ഉല്ലാസ് ബാബു ഈ പത്രമാധ്യമങ്ങളൊന്നും വായിക്കുന്നില്ലെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ഈ 3 വട്ടം ഈ ഘട്ടം തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് അഭ്യർത്ഥിക്കുക എങ്ങനെയും പിന്നെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യണമേ. BJP-യുടെ നേതാക്കളോട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട്
പിന്നെ അവരുടെ സംസ്ഥാന ലെവലിലുള്ള ലീഡേഴ്സിനോടൊക്കെ വലിയ രീതിയിൽ തന്നെ പിന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത് മാക്സിമം വോട്ടർമാരെ പിന്നെ ബൂത്തുകളിലേക്ക് എത്തിക്കുവാനായിട്ട്. അതായത് അപ്പോൾ പിന്നെ ഇത് പിന്നെ പ്രതിപക്ഷത്തിന്റെ തലയിലേക്ക് എന്തിനാ ഉല്ലാസ് ബാബു വയ്ക്കുന്നത്? പ്രധാനമന്ത്രി നേരിട്ട് തന്നെ BJP നേതൃത്വം നേരിട്ട് തന്നെ കാരണം എത്ര പത്രപ്രസ്ഥാനം എത്ര സ്റ്റേറ്റ്മെന്റുകൾ പ്രധാനമന്ത്രി എത്ര സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞത് ഈ പറയുന്ന വോട്ടിംഗ് ശതമാനം കുറയുന്നതിനകത്ത് BJP നേതൃത്വത്തിന് പരിഭ്രാന്തിയുണ്ട്. വോട്ടിംഗ് ശതമാനം ഇത് ഞാൻ ഓരോ മണ്ഡലത്തിന്റെയും ഡേറ്റ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തുകൊണ്ട് ഈ ദേശീയ ചാനലുകളൊക്കെ നിർമ്മാണിയോ എക്സിറ്റ് പോൾ റിസൾട്ട് അവിടെയുണ്ട്. ഈ പറയുന്ന 381 സ്റ്റേറ്റിലെയും ദേശീയതലത്തിൽ അങ്ങനെ വാർത്തകളുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. കാരണം പ്രധാനമന്ത്രി ഇത് മുഴുവൻ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേതാവായി നിൽക്കുകയാണ്. വ്യത്യാസമുണ്ട്. പ്രധാനമന്ത്രി രാഷ്ട്രീയ നേതാവായി നിന്ന് രാഷ്ട്രീയം പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷനാണ് അതിനുവേണ്ടി പ്രചാരണം ചെയ്യേണ്ടത്, പ്രധാനമന്ത്രിയല്ല. വ്യത്യാസമുണ്ട് ഉല്ലാസേ. യെസ് യെസ്. ഇലക്ഷൻ കമ്മീഷൻ മാത്രമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ നേതാവിനും പ്രധാനമന്ത്രി രാഷ്ട്രീയ നേതാവിന്റെ റോളിലാണ്. ഒരു സംഘപരിവാർ നേതാവിന്റെ റോളിൽ ഏറ്റവും അധികം വർഗീയത പറഞ്ഞ് നിൽക്കുന്ന രാഷ്ട്രീയ നേതാവായി പെർഫോം ചെയ്യുകയാണെന്നേ ഉല്ലാസ്. അത് പറഞ്ഞു പോരുത്. മോദി അത്ര പച്ച വർഗീയത പറഞ്ഞ് രാഷ്ട്രീയ നേതാവായി കളിക്കുകയാണ്. ശ്രീ മുസ്തഫ, ഞാൻ വരുന്നു. എനിക്ക് ഒരിക്കലും ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ മുസ്തഫ നേരത്തെ മുഖ്യമന്ത്രി രാജ്യം വിട്ടുപോയത് അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിന്റെ വരവിൽ പ്രതിപക്ഷ മുന്നണിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഉല്ലാസ് ബാബു ഈ ചർച്ചയിൽ അവതരിപ്പിച്ചു വെച്ചത്. അതിൽ VPP മുസ്തഫയ്ക്ക് എന്താണ് പറയാനുള്ളത്? അത് മാത്രം. എനിക്ക് ഇടവേളയിലേക്ക് പോകണം അതിനുശേഷം. നമുക്ക് സഹതപിക്കേ നിർവാഹമുള്ളൂ. കാരണം ഞാനത് നേരത്തെ പിന്നെ ഒരു സഹപാനലിസ്റ്റ് ചോദിച്ചതുപോലെ ഇദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരികയാണ്. ഇദ്ദേഹം രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളും അതിലെങ്ങനെയാണ് ഓരോ പാർട്ടിയുടെയും നേതൃത്വം ഇടപെടുന്നത് ഇതൊന്നും വായിച്ച് മനസ്സിലാക്കുന്നില്ലേ ഉല്ലാസ് ബാബു? CPIM-ന്റെ നേതൃത്വത്തിൽ അതിന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളാണ് താരപ്രചാരകരായി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പൊ മലയാളികളായിട്ടുള്ള MA ബേബി, വിജു കൃഷ്ണൻ ഇവരൊക്കെയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. അവർ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പൊ ആന്ധ്രയിൽ MA ബേബി പ്രസംഗിക്കുന്ന ഫോട്ടോയും വാർത്തകളും വന്നു. വിജു കൃഷ്ണൻ ബംഗാളിൽ പോയതിന്റെ വാർത്തകളും കാര്യങ്ങളും വന്നു. പിണറായി വിജയൻ ഇന്നേ വരെ സംസ്ഥാനത്തിന് പുറത്ത് തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ പിണറായി മാത്രമല്ല, ഇപ്പൊ കോടിയേരി ഉണ്ടായിരുന്നില്ല, അതിനു മുമ്പ് VS ഉണ്ടായിരുന്നില്ലേ? ഇവരൊന്നും കേരളത്തിന് പുറത്ത് CPM-ന്റെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആയിട്ട് പോയിട്ടില്ല. തെരഞ്ഞെടുപ്പുകളിൽ മറ്റു സമയങ്ങളിൽ സംഘടനാ സമ്മേളനങ്ങളിലോ മറ്റോ പോയിട്ടുണ്ടാകാം, തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പോയിട്ടില്ല. CPM-ന്റെ സംഘടനാ രീതി ഡൽഹിയിലെ കേന്ദ്രം അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണ് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആയിട്ട് വരുന്നത്. ഇവിടെ കേരളത്തിൽ അങ്ങനെയാണ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും വരുന്നത്. ബംഗാളിൽ നിന്നുള്ള നേതാക്കൾ ഇവിടെ വന്നിട്ടില്ലല്ലോ, ത്രിപുരയിൽ നിന്നുള്ള നേതാക്കൾ ഇവിടെ വന്നിട്ടില്ലല്ലോ. കാരണം അവർ അവരുടെ സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇത് CPM-നെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന വസ്തുത. എന്നാ പിന്നെ കിടക്കട്ടെ, എന്ത് പറഞ്ഞാലും പിണറായിയുടെ പുറത്ത് ഒരു കൊട്ടുകൊടുക്കാം. അതല്ലാതെ ഒരു 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 രാഷ്ട്രീയ വിവേകത്തോട് കൂടിയിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കൂ, ആക്ഷേപം ഉന്നയിക്കും. ശരി, ഇന്ത്യയിൽ നിങ്ങളുടെ ആകെ ഒരു മുഖ്യമന്ത്രിയാണ് സാർ ഉള്ളത്. ഇന്ത്യയിൽ നിങ്ങളുടെ ആകെ ഒരു മുഖ്യമന്ത്രിയാണുള്ളത്. അദ്ദേഹം പോലും ഒരു സ്ഥലത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പരാജയം മുഖ്യമന്ത്രിമാർ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾക്ക് പോയിട്ടില്ല. അതാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ UP-ലെ മുഖ്യമന്ത്രിയോ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയോ ഇവിടെ തെരഞ്ഞെടുപ്പ് യോഗത്തിന് വന്നോ? നിങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, അമിത്ഷാ, ഞങ്ങളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ എത്ര തവണ വന്നു സാർ? അതിനകത്ത് CPM എന്താണ് ലൈൻ സ്വീകരിക്കുന്നത്? ഞാൻ വരാം. ഇടവേളയിലേക്ക് പോവാണ്, സമയം തീരുന്നുണ്ട്. വന്നില്ല സാർ. ഞങ്ങളുടെ ജയശങ്കർജി കേരളത്തിൽ വന്നില്ല സാർ. ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ സകലവിധ സംവിധാനത്തിലുള്ള ആളുകൾ മുഴുവൻ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നേ. ഞങ്ങൾക്ക് അതിന് മാത്രം ആളുകളുണ്ട്, നിങ്ങൾക്ക് അത് ഇല്ലാത്തത് കൊണ്ടാണ് സാർ. മുസ്തഫ, അല്ല ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരത്തെ. അത് വസ്തുത അറിയുന്ന മനുഷ്യർക്ക് ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ എന്തിനേയും ആക്ഷേപിക്കാൻ അങ്ങനെ എടുക്കാമെന്നേ ഉള്ളൂ. CPIM എന്താണ് ഇക്കാര്യങ്ങളിൽ എടുക്കുന്ന ഒരു രീതി, എന്താണ് മുൻകാലങ്ങളിൽ എന്താണ് എന്നതടക്കം ചേർത്താണ് VPP മുസ്തഫ ഉല്ലാസ് ബാബുവിൻ്റെ ആക്ഷേപത്തിനോ ആരോപണത്തിനോ അല്ലെങ്കിൽ ആ വിമർശനത്തിനോ മറുപടി ആ നിലയിലാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ശ്രീലാൽ, BJP പ്രതിരോധത്തിലാണ് എന്ന് ശക്തമായി ബോധ്യപ്പെടാൻ ഇടയാക്കും വിധമുള്ള ഒരു
ക്ലാരിറ്റി ഉള്ളൊരു ഇഷ്യൂ താങ്കളുടെ മുമ്പിൽ കാണുന്നത് ഇന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ BJP നല്ല പ്രതിരോധത്തിലാണ് എന്ന് ബോധ്യപ്പെടുന്നത് എന്ന് താങ്കൾക്ക് തോന്നിയത് ഏതാണ്? മന്ത്രിയുടെ നിലപാട് മറ്റം തന്നെയാണ് ശരത്ത്. മോദിയുടെ നിലപാട് അദ്ദേഹം ഇങ്ങനെ മാറി 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 പറഞ്ഞു പോകുന്നു, പറയുന്നത് ഒരു വിഭാഗത്തിനെതിരെ കടുപ്പിച്ച് പറഞ്ഞു പോകുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിസന്ധിയോ ഒക്കെ വ്യക്തമാക്കുന്നതായിരുന്നു. റോണിയെ സംബന്ധിച്ച് ഈ ശരത്ത്, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ക്യാമ്പയിൻ രംഗത്തും അമിത്ഷാ ഇല്ല. അതിന് കാരണം എന്താണ്? BJP അകത്ത് മാത്രമല്ല, BJP പുറത്തു പോലും BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന് മുഖമായി അദ്ദേഹം അമിത്ഷാ അമേഠിയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് മോദി സഞ്ചരിച്ച ആ വർഗീയ ട്രാക്കിൽ തന്നെ സഞ്ചരിച്ച വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റുകൾക്ക് അപ്പുറത്തേക്ക് അമിത്ഷായെ ഈ തെരഞ്ഞെടുപ്പ് കാണുന്നില്ല. അത് എന്നത് BJPയുടെ ആഭ്യന്തര സംഘർഷത്തിന്. അതാണ് കൃത്യമായി അരവിന്ദ് കെജ്രിവാൾ ഓടുന്നുണ്ടല്ലോ. അത്രയ്ക്കും കൂടി നരേന്ദ്രമോദി യാത്ര ചെയ്യുന്നു, എല്ലാ ഇടങ്ങളിലും എത്തുന്നു, പലയിടങ്ങളിലും പോയി ഏറ്റവും തീവ്രമായ ഹിന്ദുത്വം പറയുന്നു. ആ വിമർശനം BJPക്ക് അകത്തുള്ള ആഭ്യന്തര സംഘർഷമാണ്. അത് തന്നെയാണ് കൃത്യമായി അരവിന്ദ് കെജ്രിവാൾ ഉപയോഗിച്ചത്. 75 വയസ്സിന് ശേഷം മോദി റിട്ടയർ ചെയ്യും, അടുത്തതായി വരാൻ പോകുന്ന അമിത്ഷായാണ്. അത് എന്ന് പറയുന്നത് കൃത്യമായി BJPക്ക് അകത്തുള്ള ഫീഡ്ബാക്ക് തന്നെയാണ് കേജ്രിവാൾ തിരിച്ചടിച്ചിരിക്കുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് BJP പ്രതിരോധത്തിലാണ് എന്ന് വളരെ പ്രകടമായി മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മോദി ഈ വിഷയങ്ങൾ സംസാരിക്കുന്നതിൽ വരുത്തുന്ന ഷിഫ്റ്റ്, കടുത്ത മുസ്ലിം വിരോധം പറയേണ്ടതിലേക്ക് വരുന്ന സാഹചര്യം ഒന്ന്. രണ്ടാമത്തത് BJPക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നം. CK പത്മനാഭൻ പറഞ്ഞതുപോലെ BJPയെ ഒരു കോൺഗ്രസ് മുക്ത BJP ആക്കാൻ പ്രയത്നിക്കേണ്ടി വരുന്ന BJPക്കാരുടെ ഒരു അവസ്ഥയുണ്ട്. വന്നു കയറിയവരൊക്കെ മത്സരിക്കുന്നു, നിന്നവരൊക്കെ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കേണ്ട അവസ്ഥ. 100-ൽ പരം സീറ്റുകളിൽ നേരത്തെ ഇവിടെ വന്നതാണ് ഈ ചർച്ച, താങ്കൾ കേട്ടെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാമാണ് ഒരു പ്രതിരോധത്തിൻ്റെ അവസ്ഥയിൽ BJP ഇങ്ങനെ പോകുന്നു എന്ന് ബോധ്യപ്പെടുന്നതിന് കാരണമായി ഇവർ പറയുന്നത്. എന്നോടാണോ? അതെ, ഉല്ലാസ് ബാബുവിനോട്. എന്നോടാണോ? അതെ. എൻ്റെ പൊന്നു ശരത് ഭായ്, റോണി പറഞ്ഞ ആഭ്യന്തര പ്രശ്നം, റോണി അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം അന്വേഷിച്ചോട്ടെ. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ആഭ്യന്തര പ്രശ്നമില്ല. നിലവിൽ ഒരു കാര്യം അമിത്ഷാ ഇന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകാരം 370 കടന്നു. ഇനി ഇവിടുന്ന് 400ലേക്കുള്ളതാണ് ബാക്കിയുള്ള സീറ്റുകളിൽ. ഞങ്ങൾ കൃത്യമായി കേവല ഭൂരിപക്ഷം ഈ കടന്ന 4 ഫേസുകളിലും കൂടി കഴിഞ്ഞുവെന്ന് ഇന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. ആ സുധാകരനും സതീശനും തമ്മിലുള്ള തർക്കം ആദ്യം തീർക്കുക, എന്നിട്ട് വന്നിട്ട് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് തലയെത്തിച്ച് നോക്ക്. ഒന്ന് റോണി, ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നം നോക്കി ഇരുന്നല്ലാതെ സ്വന്തം പാർട്ടിയിൽ 10 സീറ്റ് ഉണ്ടാക്കി 50 കടന്ന് 60 ആക്കാൻ നോക്കും. ഞങ്ങൾ 400 കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പം എന്തായാലും റോണിയുടെ സഹായം ആവശ്യമില്ല. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റോണിയുടെ സഹായം ആവശ്യമില്ല. അതിനൊക്കെ മിടുക്കും പ്രാപ്തിയുള്ള ആളുകളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ മോദിയുടെ വാക്കുകൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്ത് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വരികൾ മാത്രം എടുത്തുകൊണ്ട് അതിനെ ചർച്ചയാക്കിയിട്ട് BJP ജയിക്കില്ല. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. കഴിഞ്ഞ 10 ദിവസം വികസനത്തെ കുറിച്ച് മോദി പറഞ്ഞ ഒറ്റ വാക്ക് ഉത്തരവുണ്ടാകില്ല. 50 കൊല്ലത്ത് കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല റോണി. 50 കൊല്ലത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാര കോൺഗ്രസിന്റെ ഈ ബഹളത്തിൽ പറയാനാവുമെങ്കിൽ, അതായത് BJP കേവല ഭൂരിപക്ഷം കടന്നു, BJP കേവല ഭൂരിപക്ഷം കടന്നു എന്നാണ് ഉല്ലാസ് പറഞ്ഞത്. അത് മാത്രം വളരെ ക്യുക്കായി അവസാനിപ്പിക്കാം. റോണി ഉല്ലാസ് ഒന്നടങ്ങും പ്ലീസ്. ഓക്കെ മുസ്തഫ, കേവല ഭൂരിപക്ഷം കടന്നു BJP, ഉല്ലാസ് പറഞ്ഞത് അതാണ്. നമുക്ക് അവസാനിപ്പിക്കാം ചർച്ച വേഗം. കാര്യം അങ്ങനെ അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതികരണം, രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള യഥാർത്ഥ വസ്തുത വെച്ച് അങ്ങനെ ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയില്ല. പിന്നെ അങ്ങനെ ചെയ്യണമെങ്കിൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ 2 കാര്യങ്ങൾ ചെയ്തിരിക്കണം. അത് ചിലർ ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് അവർ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസ് കൊടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ഘട്ടത്തിലെയും പോളിംഗ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണക്കുകൾ പുറത്തുവിടുന്നില്ല. 2019 ഓരോ ഘട്ടം കഴിഞ്ഞാൽ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി തൊട്ടുടനെ പറഞ്ഞിരുന്നു. 2, ഇന്ന് വെങ്കടേഷ് രാമകൃഷ്ണന്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട് ശരത്തെ. അത് വോട്ടിംഗ് മെഷീന്റെ എണ്ണത്തെ കുറിച്ച് തന്നെ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. 2019
ഇതിനേക്കാൾ 2.5 കോടി വോട്ടർമാരുടെ 7.5 കോടി വോട്ടർമാരുടെ എണ്ണവും 15,000 പോളിംഗ് സ്റ്റേഷനും കുറവായിരുന്നപ്പോൾ 57.5 ലക്ഷം വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പോ 7.5 കോടി വോട്ടർമാർ കൂടി 15,000 പോളിംഗ് ബൂത്ത് കൂടി 55 ലക്ഷം വോട്ടിംഗ് യന്ത്രമേ ഉള്ളൂ എന്ന കണക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് അട്ടിമറി നടത്തിയിട്ടല്ലാതെ അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല. യെസ്, ഏതായാലും നമുക്ക് ഈ ചർച്ച മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്നത്തെ ഈ ദിവസം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തിൽ നിന്നുള്ള വ്യത്യസ്ത നിരീക്ഷണങ്ങളാണ്, രാഷ്ട്രീയ നിരീക്ഷണങ്ങളാണ് ഇവിടെ നമ്മൾ ഇത്രയും നേരം കേട്ടത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. 4 പേർക്കും നന്ദി.